ഹലോ, നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാണാത്ത തീരങ്ങൾ എന്ന നോവലാണ്. അതിൻ്റെ 13ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നല്ലപോലെ ആലോചിച്ച് രൂപപ്പെടുത്തുന്ന തീരുമാനങ്ങളാണ് ജയദേവൻ നമ്പ്യാരുടേത്. അത് ഉറച്ച തീരുമാനങ്ങളുമാണ്. ദൈവത്തിന് തെറ്റുപറ്റാറില്ല എന്നാണ് ദൈവത്തിൻ്റെ വിശ്വാസം. തെറ്റുപറ്റിയാലും അത് സമ്മതിച്ച് തരികയില്ല. ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് ഉറപ്പിച്ചാണ് ദൈവം ഓരോന്നും ചെയ്യുന്നത്. രാജശ്രീ വ്യാംഗ്യ ഭാഷയിൽ പറയാറുണ്ട്, മകന് തൻ്റെ ചില നിലപാടുകളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്ന്. അമ്മയോട് വിമർശന ബുദ്ധിയ അതേപ്പറ്റി പറയാറുണ്ടെന്നും അവൻ്റെ മനസ്സിൽ കലഹമുണ്ടെന്നും ജയദേവൻ നമ്പ്യാർക്ക് അറിഞ്ഞുകൂടാ. താൻ കൽപ്പിക്കുകയോ ഉചിതമായ തീരുമാനമെടുക്കുകയോ ചെയ്യുമ്പോൾ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യാൻ ബാധ്യതപ്പെട്ടവരാണ് തൻ്റെ ഇച്ഛാശക്തിക്ക് അധീനരായിരിക്കുന്നവർ എന്നാണ് എക്കാലത്തും ജയദേവൻ നമ്പ്യാർ വിശ്വസിച്ചു പോകുന്നത്. അവനെന്നെ ഫോണിൽ വിളിച്ച് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയണം? രാശ്രീ മുറിവിട്ട് പോകാൻ വേണ്ടി വാതിൽ തുറന്നിട്ട് ചോദിച്ചു. എല്ലാം അച്ഛനോട് ചോദിച്ചാൽ മതിയെന്ന് പറഞ്ഞേക്കണം, ഞാൻ സംസാരിച്ചോളാം. ഭർത്താവിൻ്റെ മുന്നിൽ നിന്നും തിരികെ പോരുമ്പോൾ മനസ്സ് കലുഷമായിരിക്കുന്നതായി രാജശ്രീക്ക് തോന്നി. തെളിനിലാവ് പോലെ ശാന്തവും സ്വച്ഛവുമായിരുന്ന ഗ്രഹാന്തരീക്ഷത്തിലേക്ക് ഒരു ചുഴലിക്കാറ്റ് വീശിയേക്കുമെന്ന് ഭീതി. ഇതുവരെ അച്ഛനെ തുറന്നെതിർത്തിട്ടില്ലെങ്കിലും സന്ദീപ് ഇത്തവണ അങ്ങനെ ആയിരിക്കില്ലെന്ന് തോന്നൽ ശക്തമാണ്. ജാതകവും ജന്മനക്ഷത്രവും ജന്മത്തീയതിയും സമയവും ഒന്നും നോക്കുന്നവനല്ല സന്ദീപ്. രാഹുകാലം പോലും നോക്കുന്നവനല്ല. അച്ഛൻ്റെ അന്ധവിശ്വാസങ്ങളോട് എതിർപ്പ് അവൻ പ്രകടിപ്പിക്കുന്നത് എന്തു പ്രവൃത്തിയിലും രാഹുകാലത്തിൽ തുടങ്ങിക്കൊണ്ടാണ്. എവിടേക്കെങ്കിലും യാത്ര പോകുന്നുണ്ടെങ്കിൽ സമയം തെറ്റിച്ചാണെങ്കിലും രാഹു വരാൻ നോക്കിയിരിക്കും. മകൻ രാഹുകാലം തെറ്റിച്ചാൽ ജയദേവൻ നായർ പറയും അവൻ്റെ അഹങ്കാരം. പുതിയ തലമുറയ്ക്ക് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശ്വാസമില്ലാതെ വരിക. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെടുത്തിയെടുത്ത മാമൂലുകളെയാണ് വെറും 20-25 വർഷത്തെ അനുഭവജ്ഞാനം കൊണ്ട് അവർ തള്ളിക്കളയുന്നത്. ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് രാജശ്രീ കോണിപ്പടി ഇറങ്ങുമ്പോൾ താഴെ ഡൈനിങ് ടേബിളിലിരുന്ന മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ധൃതിയിൽ ഇറങ്ങിച്ചെന്നു. അപ്പോഴേക്കും നന്ദന എവിടെ നിന്നോ പാഞ്ഞെത്തി ഫോൺ എടുത്തു. അമ്മ വരുന്നത് കണ്ട് അവൾ ചോദിച്ചു, സന്തുവേട്ടനാ? വേണ്ട, എടുക്കണ്ട. ഫോൺ റിങ് ചെയ്ത് തീരുന്നത് വരെ അവർ കാത്തിരുന്നു. അമ്മ കോൾ എടുത്തില്ലെങ്കിൽ എന്നെ വിളിക്കും, നീയും എടുക്കണ്ട. അതെന്തിനാ നമ്മൾ ഫോൺ എടുക്കാതിരിക്കുന്നത്? നമ്മൾ സംസാരിച്ചാൽ ശരിയാവത്തില്ല, അവനോട് അച്ഛൻ പറഞ്ഞോളും. അല്ലിച്ചേച്ചിയുമായിട്ടുള്ള കല്യാണം നടക്കില്ലെന്നുള്ളത് തീർച്ചപ്പെടുത്തിയോ? നടക്കില്ല. അച്ഛനെന്താ കാരണം പറഞ്ഞ്? 2 കൂട്ടരുടെയും അച്ഛന്മാർ തമ്മിൽ സംസാരിച്ചു പിണങ്ങി, അത്രയേ ഉള്ളൂ. എന്തിനാ പിണങ്ങിയത്? എന്നോടത്രേ പറഞ്ഞിട്ടുള്ളൂ. അച്ഛൻ അവരെ ഇഷ്ടപ്പെട്ടില്ല, അത്ര തന്നെ. നമ്മൾ എറണാകുളത്ത് പോയിട്ട് വന്നപ്പോൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. നല്ല മനുഷ്യരാണെന്നല്ലേ അച്ഛന്? അച്ഛനെ ആ ഫാമിലി ഇഷ്ടപ്പെട്ടു, അല്ലിച്ചേച്ചി ഇഷ്ടപ്പെട്ടു. ഇപ്പോഴെന്താ ഇങ്ങനൊരു മാറ്റം? പറഞ്ഞില്ല മോളെ, അവർ തമ്മിൽ എന്തോ പറഞ്ഞ് തെറ്റി. ആണുങ്ങളുടെ കാര്യമല്ലേ, അഹങ്കാരികളല്ലേ എല്ലാം. ദേ, സന്തോഷിൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞേക്കാം, അച്ഛൻ്റെ വിചാരം സന്തോഷിനൊരു പൂച്ചക്കുഞ്ഞാണെന്നാ. നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അച്ഛനോട് കാര്യം ചോദിച്ചല്ലേ? ചോദിക്കേണ്ടതല്ല, അമ്മയ്ക്ക് അതിനുള്ള അവകാശമല്ലേ? രാജശ്രീ മകളെ സൂക്ഷിച്ചു നോക്കി. മകൾ പോലും അവകാശങ്ങളെപ്പറ്റി ബോധവതിയാണ്. അച്ഛൻ അവനോട് നേരിട്ട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചോദിക്കാനാ? എന്തെങ്കിലും ന്യായമായ കാരണം കാണും, അല്ലാതെ അച്ഛൻ ഇങ്ങനെ തീരുമാനം എടുക്കില്ല. അച്ഛൻ്റെ ന്യായം സന്തോഷിനെ കൂടി ബോധ്യപ്പെടുത്തേണ്ടി വരും. ഇത് തമാശയല്ല കേട്ടോ, നന്ദന മുന്നറിയിപ്പ് നൽകി. വീണ്ടും രാജശ്രീയുടെ മൊബൈൽ ഫോണിലേക്ക് സന്ദീപിൻ്റെ കോൾ വന്നു. നന്ദന അർദ്ധഗർഭമായി അച്ഛനെ നോക്കി. ഇത് റിങ് ചെയ്ത് തീരുമ്പോൾ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും, രാജശ്രീ പറഞ്ഞു. വേണ്ടാത്ത മണ്ടത്തരമൊന്നും കാണിക്കണ്ട, അത്ര ബുദ്ധിയില്ലാത്തവനൊന്നല്ല ഏട്ടൻ. താക്കീത് നൽകിയിട്ട് നന്ദന അവളുടെ മുറിയിലേക്ക് പോയി. ഒരൊറ്റ തവണ റിങ് ചെയ്തപ്പോഴും അല്ലിമ്മ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, ഇതെന്താ ഫോൺ റിങ് ചെയ്തില്ലല്ലോ? അതിനു മുൻപ് അറ്റൻഡ് ചെയ്തല്ലോ. സന്ദീപിൻ്റെ സ്വരത്തിൽ ആശ്ചര്യം തിരിച്ചറിഞ്ഞ് അല്ലിമ്മ പറഞ്ഞു.
ഇവിടെ ഡിസ്പ്ലേ തെളിഞ്ഞത് ഞാനെടുത്തു. ഫോൺ കയ്യിൽ വെച്ച് നോക്കിയിരിക്കുകയായിരുന്നു. അല്ലിമ പറഞ്ഞു, എന്നാൽ പിന്നെ എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നു? വിളിക്കണമെന്ന് 100 വട്ടം വിചാരിച്ചതാ. ഓഫീസിലല്ലേ, എന്തെങ്കിലും ജോലി തിരക്കിലാണെങ്കിൽ ശല്യമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അത്ര വലിയ തിരക്കൊന്നുമില്ല. ഇനി അഥവാ ആണെങ്കിലും കുഴപ്പമില്ലെന്നേ. തൻ്റെ നമ്പർ എൻ്റെ ഫോണിൽ തെളിയുന്നത് കാണുന്നത് തന്നെ എന്തൊരു സന്തോഷം. ഇവിടെ അങ്ങനെ തന്നെയാണ്. പക്ഷെ വിളിച്ചിട്ട് മറുപടി ഇല്ലെങ്കിൽ പിന്നെ ടെൻഷനാണ്. ഞാൻ ബിസിന്ന് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ പോരെ? അതും ടെൻഷനാണ്. എന്നെക്കാളും വലിയ ബിസിയാണ്. തോറ്റു. കൂടെ സന്ദീപിൻ്റെ ചിരിയും അവൾ കേട്ടു. ഹരിപ്പാട് പോയവരുടെ വിശേഷങ്ങൾ വല്ലതും അറിഞ്ഞോ? അല്ലിമ ചോദിച്ചു. അവിടെ എന്ത് വിശേഷം? നമ്മുടെ പേരൻസ് 4 പേരും കൂടി ഒത്തുകൂടി വിവാഹത്തിനും ഏകദേശം തീയതി നിശ്ചയിക്കുന്നു. ചായ സൽക്കാരം കഴിഞ്ഞ് സന്തോഷമായിട്ട് പിരിയുന്നു. എല്ലാം നമുക്കറിയാലോ. പിന്നെ ഇതൊക്കെ ഓരോ ചടങ്ങുകളല്ലേ. കല്യാണ തീയതിയൊക്കെ ഇപ്പോൾ ഏകദേശം തീരുമാനിച്ചാണോ അല്ലേ? എന്നായിരിക്കും മാരേജ്? ഗസ് ചെയ്യാൻ പറ്റുമോ? തമാശ മട്ടിൽ സന്ദീപ് ചോദിച്ചു. എൻ്റെ എക്സാം കഴിഞ്ഞ ഉടനെ, മെയ് മാസം. നമുക്കൊരു വർഷം പ്രേമിച്ചിട്ട് കിട്ടിയാൽ പോരല്ലേ? അതല്ലേ സുഖം? അതിനേക്കാൾ സുഖമല്ലേ കെട്ടിയിട്ട് പ്രേമിക്കുന്നത്? അല്ലിമ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഇപ്പോഴത്തെ ത്രില്ലങ്ങ് പോകും. പിന്നെ എന്തോ ആകാലോ. ഇപ്പോഴാണെങ്കിൽ സ്നേഹിച്ച് കൊതിച്ച് എന്ത് രസം. എനിക്കിനി സന്തോഷൻ്റെ അടുത്ത് വന്നിരിക്കുന്ന രസം. ആ ദിവസം എത്രയും പെട്ടെന്ന് വന്നാൽ മതിയെന്ന. അതൊന്നും നമ്മുടെ കയ്യിലല്ല. അച്ഛനമ്മമാരുടെ പിന്നെ ജോത്സ്യരും എല്ലാവരും കൂടിയല്ലേ നിശ്ചയിക്കുന്നത്. ഇപ്പോൾ എല്ലാം ഫിക്സ് ചെയ്ത് കാണും അല്ലേ? അലിമ സന്തോഷത്തിരയിൽ ചാഞ്ചാടിക്കൊണ്ട് ചോദിച്ചു. എക്സാക്ട് ഡേറ്റ് ഇന്ന് ഡിസൈഡ് ചെയ്യില്ല. അതൊക്കെ ജോത്സ്യരുടെ കയ്യിൽ. തൻ്റെ ജാതകം കൊണ്ടുപോയിട്ടില്ലേ? ഇല്ലെന്ന് തോന്നുന്നു. ജാതകമൊക്കെ വേണോ? പിന്നെ അച്ഛനത് നിർബന്ധം. തൻ്റെ പാരൻസിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഇന്നേ വരെ എൻ്റെ ജാതകം കണ്ടിട്ടില്ല. അതിനെപ്പറ്റി ആരെങ്കിലും പറയുന്നതും കേട്ടില്ല. ജാതകമൊന്നും എഴുതിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ജാതകം ഇല്ലെങ്കിൽ പടയോളുകയെ ഇല്ലാതെ വരില്ലടാ. തനിക്കറിയാനിട്ടാ. ഡേറ്റ് ഓഫ് ബർത്ത് എന്തായാലും ഉണ്ടാവുമല്ലോ. സർട്ടിഫിക്കറ്റുള്ള ഡേറ്റ് ഓഫ് ബർത്ത് മതിയോ? പക്ഷെ അത് ശരിയാവണമെന്നുണ്ടോ? പ്രസവം കഴിയുമ്പോൾ ഹോസ്പിറ്റൽ അതോറിറ്റി പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ഇൻറ്റിമേഷൻ കൊടുക്കുന്നതിനനുസരിച്ചല്ലേ ബർത്ത് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുന്നത്. അത് ചിലപ്പോൾ ഒരു ദിവസമൊക്കെ മാറിപ്പോയെന്ന് വരും. എന്നാലും വീട്ടുകാർക്ക് ഓർമ്മ ഉണ്ടാവില്ലേ? സന്ദീപ് പറഞ്ഞു. ശരിയാ, അച്ഛനും അമ്മയ്ക്കും കറക്റ്റായിട്ട് അറിയാതെ വരില്ല. എറണാകുളമല്ലേ തൻ്റെ ജന്മസ്ഥലം? അല്ല, ഞാൻ കോയമ്പത്തൂരാണ് ജനിച്ചത്. അവിടെ എങ്ങനെ? അച്ഛന് BSNL ജോലി. കുറേ ട്രാൻസ്ഫറൊക്കെ കഴിഞ്ഞിട്ടാണ് എറണാകുളത്ത് വന്ന് സെറ്റിലായത്. ഓ, അത് ശരി. നാടോടികളായിരുന്നു അല്ലേ? സന്ദീപ് തമാശ മട്ടിൽ പറഞ്ഞു. സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി അല്ലേ, ഓടാതിരിക്കാൻ പറ്റുമോ? അത് ശരിയാ. ചായ കഴിച്ചോടി തങ്കോണി. തങ്കോണിയോ? അതാരാ? നിനക്ക് ഞാൻ ഒരുപാട് പേരുകൾ ഇട്ടിട്ടുണ്ട്. അതിലൊരെണ്ണം മാത്രമാണ് തങ്കോണി. ഇന്നലെ എന്നെ കുഞ്ഞുറമ്പേന്നല്ലേ വിളിച്ചത്? അതെ. എൻ്റെ ഹൃദയത്തിൽ കൂടി അരിച്ചരിച്ച് നടക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് അറിയാത്ത മട്ടിലൊരു കടിയും. ഞാനോ? അല്ല, കുഞ്ഞുറമ്പ്. ചോദിച്ചതിന് മറുപടി പറ. കഴിച്ചോ? ഞാൻ ചായ ഉണ്ടാക്കിയില്ല. മടി പിടിച്ചിരിക്കുക, ഫോണിലോട്ട് നോക്കിക്കൊണ്ട്. അവിടെ അങ്ങനെ? ഞങ്ങൾക്ക് ക്യാൻറ്റീനിൽ നിന്നും ചായ കൊണ്ടുത്തരും. ഭാഗ്യം. വീട്ടിലൊത്തൊന്ന് വിളിച്ചുകൂടായിരുന്നോ? അവിടെ എന്തായിന്നറിയാൻ. അമ്മയെ 2 തവണ വിളിച്ചു. അമ്മ എടുത്തില്ല. ഫോൺ വല്ലയിടത്തും കൊണ്ടുവച്ചിട്ട് അമ്മ അക്കാര്യം മറന്നു പോകും. അതല്ലെങ്കിൽ തിരക്കിലായിരിക്കും. എന്തായാലും ഞാൻ ഒന്നുകൂടെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് എന്നോട് പറയണേ. തന്നോടല്ലാതെ വേറെ ആരോട് പറയാൻ? എന്നാ വിളിക്ക്, ഞാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ. അടുത്ത നിമിഷം കോള് കട്ടായി. അല്ലിമ ഊറി വന്നൊരു പുഞ്ചിരി മനസ്സിലിട്ട് നുണഞ്ഞുകൊണ്ട് ഫോണിലേക്ക് നോക്കിയിരുന്നു. ആലപ്പുഴ കഴിഞ്ഞു. ഹരിപ്പാട്ട് നിന്നും പോന്ന ശേഷം ഒരക്ഷരം പോലും സംസാരിച്ചിട്ടില്ല ശ്രീലക്ഷ്മിയും രാജഗോപാലും. രണ്ടുപേരുടെയും മനസ്സ് സംഘർഷഭരിതമാണ്. കല്യാണം നടക്കില്ല എന്ന് രാജഗോപാൽ തീർത്ത് പറഞ്ഞ ശേഷം കൂടുതൽ എന്തെങ്കിലും ചോദിക്കാൻ ശ്രീലക്ഷ്മിക്ക് ധൈര്യം വന്നില്ല. എങ്കിലും അവർക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട്. ജാതകമായിരിക്കണം പ്രശ്നം. ജയദേവൻ നമ്പ്യാർ അതിലൊക്കെ കടുത്ത വിശ്വാസക്കാരനാണെന്ന് ഊണുമുറിയിലിരുന്ന് സംസാരിക്കുന്നതിനിടയിൽ രാജശ്രീ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴേ ഒരശുഭ ചിന്ത മനസ്സിൽ കൂടിയതാണ്. പാതിരാപ്പള്ളി പിന്നിട്ട കാറ് ഓടിക്കൊണ്ടിരിക്കുന്നു. ഒടുവിൽ ശ്രീലക്ഷ്മി തൻ്റെ മൗനം ഭേദിച്ചു.
നമ്മൾ വീട്ടിൽ ചെന്ന് അല്ലിമോളോട് എന്തു പറയണം? സിവിൽ സർവീസിനുള്ള പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്തോളം പറഞ്ഞേക്കണം. രാജഗോപാൽ പരുഷ സ്വരത്തിൽ പറഞ്ഞു. കല്യാണം ചോദിച്ചാലോ? നടക്കില്ലെന്ന് പറയണം. കാരണം ചോദിക്കില്ലേ അയാൾ? അവളുടെ ജാതകം നമ്മുടെ കയ്യിലില്ല. ജാതകമില്ലാത്തതുകൊണ്ട് കല്യാണം നടത്താൻ സന്ദീപിൻ്റെ അച്ഛന് താല്പര്യമില്ല. അത്രയും പറഞ്ഞാൽ മതി. അത്ര കൊണ്ട് എല്ലാം അവസാനിക്കുമോ രാജേട്ടാ? അല്ലിമോളും സന്ദീപും ശരിയായ കാരണം എന്തെന്നറിയാതെ പിന്മാറില്ല. അതറിയില്ല. അല്ലിമോള് നമ്മുടെ മോളല്ലെന്ന വിവരം ആരോടും പറയാതെ രഹസ്യമാക്കി വെച്ചോളാന്ന് ജഡ്ജി സമ്മതിച്ചോ? ഇല്ല. അയാളൊരു മൊഷടനാണെന്ന് അയാൾ തന്നെ പറഞ്ഞു. അയാൾ ആ സത്യം വെളിപ്പെടുത്തുക മാത്രമല്ല, എനിക്കെതിരെ ആൾമാറാട്ടത്തിന് കേസ് എടുക്കുന്നു കൂടി പറഞ്ഞു. അയാൾക്കെന്താ പ്രശ്നം? അറിഞ്ഞൂടാ. ചില മനുഷ്യരങ്ങനെയാണ്. അവരുടേതായ വിശ്വാസങ്ങളിൽ മുറുകെ പിടിക്കും. അതുകൊണ്ട് ആർക്കൊക്കെ നാശമുണ്ടാകും, ദുഃഖമുണ്ടാവും, ദുരിതമുണ്ടാവും എന്നൊന്നും ചിന്തിക്കില്ല. അവനവന് പോലും ദോഷമില്ലാതെ ഗുണമൊന്നുമില്ല. ഇല്ലെങ്കിലും അവരാ പിടിവിടില്ല. അങ്ങനെ ഒരാളാണ് ആ ജഡ്ജി അദ്ദേഹം. എൻ്റെ പേടി അതൊന്നുമല്ല ചേട്ടാ. അല്ലിമ എങ്ങനെയെങ്കിലും സത്യം അറിയില്ലേ? അതറിഞ്ഞാൽ അവൾക്കുണ്ടാകുന്ന ഷോക്ക് എത്ര ഭയങ്കരമായിരിക്കും. അറിയട്ടെ, അനുഭവിക്കട്ടെ. അവൾ തന്നെ വരുത്തി വെച്ചതല്ലേ. നമ്മൾ എത്ര തവണ പറഞ്ഞു വേണ്ട വേണ്ടാന്ന്. രാജേട്ടൻ ഇങ്ങനെ പറയില്ലേ? എനിക്ക് പേടിയാകുന്നു. നമ്മുടെ വീടൊരു ഭൂകമ്പം നടന്ന പോലെയാകും. നമ്മൾ കെട്ടിപ്പൊക്കി കൊണ്ടുവന്നെല്ലാം പൊളിഞ്ഞു പോകും. ആർക്കും സന്തോഷമോ സമാധാനമോ ഉണ്ടാവില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലക്ഷ്മി? ഭൂതത്തിനെ കൊടുത്തിന്ന് തുറന്നു വിട്ടുപോയില്ലേ? സംസാരിക്കുന്നതിനിടയിൽ രാജഗോപാലിൻ്റെ ഫോണിലേക്ക് അല്ലിമയുടെ കോൾ വന്നു. ഡിസ്പ്ലേ നോക്കിയിട്ട് രാജഗോപാൽ അത് അവഗണിച്ചു. ശ്രീലക്ഷ്മി വർദ്ധിച്ച നെഞ്ചിടിപ്പോടെ അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അധ്യായം 23. സന്ദീപ് കുറേ തവണ രാശ്രീയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കി. ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ആരും എടുക്കുന്നില്ല. അമ്മയുടെ രീതി അങ്ങനെയാണ്. ഫോൺ കയ്യിൽ കൊണ്ടു നടക്കും. രണ്ട് കൈയും ഉപയോഗിക്കേണ്ടി വരത്തക്ക വിധം എന്തെങ്കിലും ചെയ്യേണ്ടി വരുമ്പോൾ ഫോൺ അവിടെ എവിടെയെങ്കിലും വെക്കും. അത് ചിലപ്പോൾ മതിലിൻ്റെ മേലാകാം, ഗേറ്റിൻ്റെ തൂണിന്മേലാകാം, പുറത്തെ കുളിമുറിയിലാകാം. വേണമെങ്കിൽ ഫ്രിഡ്ജിൻ്റെ മുകളിലും ഫോൺ വച്ച് മറക്കും അമ്മ. നന്ദനെ 2 തവണയെ വിളിച്ചുള്ളൂ. അവൾ ട്യൂഷന് പോയിട്ടുണ്ടാവുമെന്ന് സന്ദീപ് കണക്കൂട്ടി. എന്നാലും എന്തോ ഒരു പന്തികേട് മനസ്സിൽ തോന്നുകയും ചെയ്തു. അച്ഛനെ വിളിക്കാൻ അവന് മടിയുണ്ടായിരുന്നു. എങ്കിലും ഉത്കണ്ഠയുടെ സമ്മർദ്ദം കൊണ്ട് സന്ദീപ് അച്ഛനെ മൊബൈലിൽ വിളിച്ചു. കുറച്ച് റിങ് ചെയ്തതിന് ശേഷമാണ് മറുപുറത്ത് ഫോൺ അറ്റൻഡ് ചെയ്തത്. അച്ഛാ, ഞാനാ. പ്രത്യേകം പറയേണ്ട കാര്യമില്ലെങ്കിലും ഒരു തുടക്കത്തിന് വേണ്ടി സന്ദീപ് പറഞ്ഞു. നീയാണെന്ന് മനസ്സിലായി. എന്താ അമ്മ ഫോൺ എടുക്കുന്നില്ല? എത്ര വിളിച്ചിട്ടും എവിടെയെങ്കിലും വെച്ച് മറന്നതായിരിക്കും, അല്ലെങ്കിൽ സൈലൻ്റ് ആയിരിക്കും ഫോൺ. ഉറങ്ങുമ്പോൾ മാത്രമേ അമ്മ ഫോൺ സൈലൻറ്റിൽ വയ്ക്കാറുള്ളൂ. പിന്നെ നാമം ചെല്ലുമ്പോഴും. ആ, ഇപ്പോൾ സന്ധ്യ കഴിഞ്ഞില്ലേ? നീ കുറച്ച് കഴിഞ്ഞ് വിളിച്ചു നോക്ക്. വന്നവരൊക്കെ പോയോ അച്ഛാ? അവരൊക്കെ ഇപ്പോഴേ പോയി. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയേ? ഇല്ലെന്ന് തോന്നുന്നു. അവർക്ക് ധൃതി ഉണ്ടായിരുന്നു. അല്ലെങ്കിലും 5 മണി നേരത്തെ എന്ത് ഫുഡ്? ചായയും സ്നാക്സും കൊടുത്തു. അവർക്ക് തൃപ്തിക്കുറവൊന്നുമില്ലല്ലോ അല്ലേ? നമ്മൾ അവരോട് മോശമായിട്ട് പെരുമാറിയില്ലല്ലോ. പിന്നെന്തിനാ അതിർത്തി? അത് ശരിയാ. പിന്നെ മാരേജിൻ്റെ കാര്യം എന്തെങ്കിലും ഇന്ന് മിക്കവാറും ഡേറ്റ് ഫിക്സ് ചെയ്യുമെന്ന് അമ്മ പറഞ്ഞിരുന്നു. അത്ര തിടുക്കപ്പെടേണ്ട കാര്യമില്ലല്ലോ. എല്ലാം കറക്റ്റാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നടത്താവുന്നതല്ലേ ഉള്ളൂ. ഞാൻ വിവരം അറിയാൻ വേണ്ടി വിളിച്ചതാ. അച്ഛനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാൻ അമ്മയെ വിളിച്ചോളാം. അമ്മയെ വിളിക്കണമെന്നില്ല. നിനക്കെന്തെങ്കിലും ചോദിക്കാനോ അറിയാനോ ഉണ്ടെങ്കിൽ ഫോണിൽ കൂടി ചോദിക്കുകയും പറയുകയും വേണ്ട. അതൊക്കെ ഇവിടെ വന്നിട്ട് മതി. വേറെ ആരോടും ചോദിക്കണ്ട, എന്നോട് മാത്രം. മനസ്സിലായോ? ശരി. ഇനി എന്നോട് സംസാരിച്ചിട്ടല്ലാതെ അല്ലിമയെ വിളിക്കണ്ട. പക്ഷെ അവൾ എന്നെ വിളിക്കും. ബിസിയാണെന്ന് ടെക്സ്റ്റ് ചെയ്താൽ മതി. അതോടെ സന്ദീപിന് സംശയമായി. ശരി, ഫോൺ വയ്ക്കാണ്. നീ ഡ്യൂട്ടിയിലല്ലേ? അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. കോൾ കട്ടായിട്ടും സന്ദീപ് ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് അങ്ങനെ തന്നെ ഇരുന്നു. അല്ലിമ സന്ദീപിൻ്റെ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ ബിസിയാണെന്നാണ് റിട്ടേൺ മെസ്സേജ് വന്നത്. ഒരുപക്ഷെ ജോലി തിരക്കിൽ പെട്ടുപോയിരിക്കാമെന്ന് അവൾ കരുതി. അല്ലിമ വിശാഖിനും വിന്താരയ്ക്കും ചായ ഉണ്ടാക്കി കൊടുത്തു. വിന്താരയ്ക്ക് ട്യൂഷനുണ്ട്. വിശാഖ് ക്രിക്കറ്റ് മൈതാനത്തു നിന്നും തിരിച്ചു വന്നേയുള്ളൂ. അല്ലിമ രാജഗോപാലിൻ്റെ നമ്പർ വിളിക്കാൻ വേണ്ടി എടുത്തെങ്കിലും അച്ഛൻ ഡ്രൈവ് ചെയ്യുകയാണെങ്കിലോ എന്ന സംശയത്തിൽ
ശ്രീലക്ഷ്മിയുടെ നമ്പറിലേക്കാണ് വിളിച്ചത്. ഹലോ. അമ്മയുടെ സ്വരവും കാറിൻ്റെ ഇരുമ്പലും ഹോൺ ശബ്ദങ്ങളും മറ്റു കോലാഹലങ്ങളും കേൾക്കായി. അമ്മേ, നിങ്ങളെവിടെയാ? തിരിച്ചു വന്നുകൊണ്ടിരിക്കാം മോളെ. ബിന്ദു ട്യൂഷന് പോയോ? ഇല്ല, ചായ കുടിക്കുന്നു. ഇപ്പോൾ പോകും. ഇഷാഖ് എന്തിയെ? ലോകകപ്പ് കഴിഞ്ഞു വന്നു. ബിസ്ക്കറ്റിനിൽ കൈയിട്ട് വരുന്നു. കുസൃതിയോടെയാണ് അല്ലിമ പറഞ്ഞത്. ഞങ്ങൾ ചേർത്തല കഴിഞ്ഞു. ഇനി കൂടി വന്ന 1.5 മണിക്കൂറിനകം എത്തും. വീണ്ടും അമ്മ എന്തെങ്കിലും പറയുമെന്ന് അല്ലിമ കാതോർത്തു. തീർന്നോ? ഇനിയൊന്നും പറയാനില്ലേ? അല്ലിമ തിരക്കി. എന്ത് പറയാനാ? ഹരിപ്പാട്ട് പോയ വിശേഷം. ഞാനത് അറിയാനല്ലേ വിളിക്കുന്നത്. ഈ ഡ്രൈവിങ്ങിനിടെ പറയണോ? അവിടെ വന്നിട്ട് പറഞ്ഞാൽ പോരെ? മതി. എന്നാലും ഒരു ആക്സിഡൻറ്റ്. അച്ഛനല്ലേ ഡ്രൈവ് ചെയ്യുന്നത്? അമ്മയ്ക്ക് സംസാരിക്കാമല്ലോ. ഡ്രൈവ് ചെയ്യുന്നത് അച്ഛനാണെങ്കിലും ഞാനാണ് നാവിഗേറ്റർ. അത് ശരിയാണെന്ന് അല്ലിമയ്ക്കറിയാം. മുൻ സീറ്റിലാണെങ്കിൽ ആര് ഡ്രൈവ് ചെയ്താലും അമ്മയുടെ നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഒരു ലോറി ഓവർടേക്ക് ചെയ്ത് വരുന്നുണ്ടേ ആ ബൈക്കുകാരനെ നോട്ട് ചെയ്തേക്കണേ, അവനെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കും, സ്ലോ ദേ അയാൾ കുറുകെ ചാടാൻ നിൽക്കുന്നു, ബ്രേക്ക്, ആ കാർ യൂ ടേൺ ചെയ്യാൻ പോവുക. ഇങ്ങനെ അമ്മ പറഞ്ഞുകൊണ്ടേയിരിക്കും. ബ്രേക്ക് ചെയ്യേണ്ട ഘട്ടം വരുമ്പോൾ അമ്മ ചെരുപ്പിട്ട കാലുകൊണ്ട് പ്ലാറ്റ്ഫോമിൽ അമർത്തി ചവിട്ടുകയും ചെയ്യും. എന്തെങ്കിലും നീരസത്തിലോ പിണക്കത്തിലോ ആണെങ്കിൽ മാത്രം മിണ്ടാതെ മുഖം വീർപ്പിച്ചിരിക്കും. എന്തു വേണമെങ്കിലും ആയിക്കോ, എവിടെ കൊണ്ടടിച്ച് കയറ്റിയാലും എനിക്കൊന്നുമില്ല, ഞാൻ മരിക്കാനും തയ്യാറെന്ന മട്ടിലായിരിക്കും അപ്പോഴത്തെ ഇരിപ്പ്. എന്നാലും ചില നിർണായക സന്ദർഭങ്ങൾ തിരിഞ്ഞ് അച്ഛൻ്റെ നേർക്ക് ചാട്ടുളി പായിക്കുന്ന പോലൊരു നോട്ടമുണ്ട്. എവിടെ നോക്കിയാൽ ഡ്രൈവ് ചെയ്യുന്നത് കണ്ടില്ലായിരുന്നു എന്നൊക്കെയാണ് ആ നോട്ടത്തിൻ്റെ അർത്ഥം. അമ്മ ഹാപ്പിയാണോ? അല്ലിമ എങ്ങും തൊടാതെ ഒരു ചോദ്യം തൊടുത്തു. അത്ര ഹാപ്പിയല്ല. മറുപടി അപ്പോൾ തന്നെ കിട്ടി. എന്ത് പറ്റി മൈ ഡിയർ മാൻ? അവിടെ വന്നിട്ട് പറയാം. പക്ഷെ എനിക്ക് ടെൻഷൻ അടിയാൽ. 1 മണിക്കൂറിനകം എത്തുമെന്ന് പറഞ്ഞല്ലോ മോളെ. പിന്നെന്താ? ഞാൻ സന്തോഷനെ വിളിച്ചിരുന്നു. ഐ ആം ബിസി റൗട്ട് നൗ എന്നൊരു മെസ്സേജാണ് വന്നത്. ഞങ്ങൾ അവിടെ വന്ന ശേഷം ഇനി അവനെ വിളിച്ചാൽ മതി. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അമ്മേ? ഉണ്ട്. അതാണ് അവിടെ വന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞത്. ഫോൺ വെച്ചോ. തീച്ചൂടേറ്റ ഇളം തളിർ പോലെ അല്ലിമ ഒരു നിമിഷം കൊണ്ട് വാടിപ്പോയി. ഗൗരവതരമായ വിധത്തിൽ ഒന്നുമില്ലായിരിക്കും എന്നവൾ ആശ്വസിക്കാൻ ശ്രമിച്ചെങ്കിലും മനസ്സ് അശാന്തമായിരുന്നു. രണ്ടു കൂട്ടരും തമ്മിൽ യാതൊരുവിധ അപ്രിയങ്ങളും ഉണ്ടാകേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഹരിപ്പാട്ട് ചെന്നപ്പോഴും ഹരിപ്പാട്ടുകാർ ഇവിടെ വന്നപ്പോഴും സന്തോഷപ്രദമായിരുന്നു കാര്യങ്ങൾ. ഒരിടത്തും ഒരലോസരവും ഉണ്ടായില്ല. മുന്നോട്ടല്ലാതെ ഒരു ചുവട് പോലും പിന്നോട്ട് വയ്ക്കേണ്ടി വന്നില്ല. പിന്നെന്താണ് പ്രശ്നം? അതിൻ്റെ ഒരു പ്രതിഫലനമാണോ സന്ദീപേട്ടൻ തനിക്കയച്ച ബിസി മെസ്സേജ്? അല്ലിമയുടെ മനസ്സിൽ കാറും കോളും നിറഞ്ഞു. സന്ദീപ് തന്നെ തിരിച്ചു വിളിക്കുന്നേയില്ല എന്നത് അവളുടെ ആശങ്കയ്ക്ക് ആക്കം കൂട്ടി. രാത്രി 8 മണി കഴിഞ്ഞു. രാജഗോപാലും ശ്രീലക്ഷ്മിയും വീട്ടിലെത്തുമ്പോൾ ഗേറ്റും വാതിലും തുറന്നിട്ട് സിറ്റൗട്ടിൽ തന്നെ കാത്തു നിൽക്കുകയായിരുന്നു അല്ലിമ. കാർ പോർച്ചിൽ കയറി നിർത്തിയപ്പോൾ രാജഗോപാൽ ഇറങ്ങി. മാർഗമധ്യേ എവിടെ നിന്നോ വാങ്ങിയ പച്ചക്കറിപ്പഴങ്ങൾ അടങ്ങിയ ക്യാരി ബാഗുമായി ശ്രീലക്ഷ്മി ഇറങ്ങി വന്നു. അല്ലിമ ചെന്ന് ക്യാരി ബാഗ് കൈനീട്ടി വാങ്ങി. നീ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യുകയായിരുന്നോ? ശ്രീലക്ഷ്മി തിരക്കി. ആ, ഇപ്പോൾ വരുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ഓരോ കാറിൻ്റെയും ഹെഡ്ലൈറ്റ് കാണുമ്പോൾ വിചാരിക്കും. എന്നാ വാ, സിറ്റൗട്ടിൽ നിൽക്കണ്ട. അമ്മയുടെ മുഖത്ത് ലാഘവത്വം കണ്ടപ്പോൾ പ്രശ്നം അത്ര ഗുരുതരമല്ലെന്ന് അല്ലിമയ്ക്ക് തോന്നി. അവൾ കിച്ചണിൽ കൊണ്ടുപോയി പഴവും പച്ചക്കറികളും ബേസിനിലാക്കി വെള്ളത്തിലിട്ട് വെച്ചു. അതിനുശേഷം അച്ഛന് ലെമൺ ടീയും അമ്മയ്ക്ക് പാൽ ചായയും തയ്യാറാക്കി. അമ്മ ഡൈനിങ് ടേബിളിനരികെ കസേരയിലിരിക്കുന്നത് കണ്ട് ചോദിച്ചു. സാരി മാറുന്നില്ലേ അമ്മ? ഒരു ക്ഷീണം, ചായ കുടിച്ചിട്ടാവാമെന്ന് കരുതി. അല്ലിമ കൊടുത്ത ചായ ശ്രീലക്ഷ്മി വാങ്ങി ഒരു കവിൾ കുടിച്ചു. നല്ല ചായ, താങ്ക് യു. ഞാനിത് അച്ഛന് കൊടുത്തിട്ട് വരാം. ലെമൺ ടീയുമായി അല്ലിമ പോകുന്നത് ശ്രീലക്ഷ്മി വല്ലായ്മയോടെ നോക്കിയിരുന്നു. ഒരു കണക്കിനെല്ലാം നന്നായെന്ന് അവൾക്ക് തോന്നി. അല്ലിമയ്ക്ക് ഇനി സിവിൽ സർവീസിൽ ചേരാനായി കോച്ചിങ് ക്ലാസ്സിൽ പോകാം. സന്ദീപിന് നല്ല നാളും നക്ഷത്രവുമുള്ള 10 പൊരുത്തങ്ങളും തികഞ്ഞ പെണ്ണിനെ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കാം. പക്ഷെ അല്ലിമയ്ക്ക് ഒരു ഉത്തരം കൊടുത്തേ പറ്റൂ. കള്ളം പറഞ്ഞൊഴിഞ്ഞു മാറാൻ വയ്യ. ഹരിപ്പാട്ട് നിന്നും അവൾക്ക് സത്യമറിയാൻ കഴിഞ്ഞേക്കും. വാസ്തവത്തിൽ സന്ദീപും അവൻ്റെ മാതാപിതാക്കളും ചേർന്ന് തങ്ങളെ വല്ലാത്തൊരു കെണിയിൽപ്പെടുത്തിയിരിക്കുകയാണെന്ന് ശ്രീലക്ഷ്മി വിചാരിച്ചു.
ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ വെറുതെ ഇരുന്ന തങ്ങളെ വലിച്ചിഴച്ചു കൊണ്ടുപോയി ഒരു കുഴിയിൽ വീഴ്ത്തിയിട്ട് ശിക്ഷിക്കാൻ പോവുകയാണ്. എന്ത് കുറ്റം ചെയ്തിട്ട്? അവരങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ദുഷ്ടക്കൂട്ടങ്ങൾ. ശ്രീലക്ഷ്മി മുഷ്ടിമുറുക്കി. അടഞ്ഞുകിടന്ന വാതിലിന് മുന്നിൽ അല്ലിമ അച്ഛനെ വിളിച്ചു. രാജഗോപാൽ വാതിൽ തുറന്നു. ഞാനോർത്തു അച്ഛൻ ഡ്രസ്സ് മാറുവാണെന്ന്. ഇതെന്താ ഇത്ര ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രൈവ് ചെയ്ത് വന്നല്ലേ മോളെ? ഒന്ന് നടു തീർക്കാമെന്ന് വെച്ച് ക്ഷീണം. ഈ ലെമൺ ടീ കുടിക്ക്. പോയ എനർജിയൊക്കെ പെട്ടെന്ന് ഇങ്ങ് വരും. ആ ഗ്ലാസ് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അല്ലിമ തിരികെ അമ്മയുടെ മുന്നിൽ വന്നു. മേശമേൽ ഒരു കയ്യും മൂന്നി നിന്ന് ചോദിച്ചു, എന്താ അമ്മേ പ്രോബ്ലം? അത് അച്ഛൻ പറയും മോളെ. അമ്മയ്ക്കറിയില്ലേ? എനിക്കറിയാം. എന്നാലും അച്ഛനെ അത് വേണ്ട പോലെ പറയാൻ പറ്റൂ. സീരിയസ് ആണോ? നമുക്കും സീരിയസ് ആണ്. പക്ഷെ അവരത് സീരിയസ് ആയിട്ടാണ് കാണുന്നത്. പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരിക്കലുമല്ല. പക്ഷെ അവർ മനസ്സ് വെക്കണം, നമുക്കൊന്നും ചെയ്യാനില്ല. ഷേ, ഇത് വലിയ കടങ്കഥയാണല്ലോ. അച്ഛനോട് ചെന്ന് ചോദിക്കട്ടെ. അച്ഛൻ നിന്നെ വിളിക്കും. അല്ലിമ്മ അമ്മയുടെ മുഖത്തേക്ക് ഇമ വെട്ടാതെ നോക്കിക്കൊണ്ടിരുന്നു. ചായ കുടിച്ചു കഴിഞ്ഞ് ശ്രീലക്ഷ്മി ഡ്രസ്സ് മാറട്ടെ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയി. പക്ഷെ അവർ കിച്ചണിലേക്കാണ് പോയത്. മോളെ, അച്ഛൻ്റെ വിളിയച്ച കേട്ട് അവൾ മുഖം തിരിച്ചു നോക്കി. വാതിക്കൽ അച്ഛൻ നിൽക്കുന്നു. അയാൾ കൈകാട്ടി വിളിച്ചു. അല്ലിമ അങ്ങോട്ട് ചെന്നു. നിന്നോട് ഇത്തിരി പ്രൈവറ്റായിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ്. അല്ലിമ മുറിയിലേക്ക് കയറി. രാജഗോപാൽ വാതിൽ ചാരി മുഖവൂരയില്ലാതെ പറഞ്ഞു തുടങ്ങി. ഇതിപ്പോൾ നമ്മൾ അങ്ങോട്ട് ആലോചിച്ച് വന്നൊരു പ്രപ്പോസലല്ല. നമ്മളെ തേടി ഇങ്ങോട്ട് വന്നതാ. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിട്ടും ഇങ്ങോട്ട് നിർബന്ധിച്ചുകൊണ്ട് വന്നതാ. ശരിയല്ലേ? അതെല്ലാം ശരിയാണ് അച്ഛാ. നിന്നെ ഇഷ്ടപ്പെട്ടിട്ടാണ് സന്ദീപ് വന്നത്. അല്ലാതെ നമ്മുടെ വീട് കൊള്ളാമല്ലോ എന്ന് കരുതിയിട്ടോ അച്ഛനമ്മമാരെ ഇഷ്ടപ്പെട്ടിട്ടോ ലക്ഷക്കണക്കിന് സ്ത്രീധനം കിട്ടുമെന്ന് വിചാരിച്ചിട്ടോ അല്ല. അല്ല, എന്നോടുള്ള ഇഷ്ടം കൊണ്ടാ. ആ ഇഷ്ടത്തിന് ആത്മാർത്ഥത അല്പമെങ്കിലും ഉണ്ടെങ്കിൽ അവൻ നിന്നെ കല്യാണം കഴിക്കും. അല്ലിമ ഒന്നും മനസ്സിലാക്കാതെ അച്ഛനെ നോക്കി. മോളെ, നിന്റെ ജാതകം എഴുതിച്ചിട്ടില്ല. നീ ജനിച്ച തീയതിയും സമയവും എനിക്കോ ലക്ഷ്മിക്കോ കൃത്യമായി അറിയില്ല. എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ അച്ഛാ, അതിലുണ്ടല്ലോ ഡേറ്റ്. അത് ശരിയാ, ഡേറ്റ് മാറിപ്പോയിട്ടുണ്ട്. അതെങ്ങനെ സംഭവിച്ചു? എനിക്കറിയില്ല. ഹോസ്പിറ്റലിൽ നിന്ന് ഇൻറ്റിമേഷൻ കൊടുക്കുമ്പോൾ പറ്റുന്ന മിസ്റ്റേക്കാകും. അവർക്ക് മിസ്റ്റേക്ക് ഉണ്ടായാലും അച്ഛനും അമ്മയ്ക്കും എങ്ങനെ തെറ്റുപറ്റും? അങ്ങനെ ചോദിച്ചാൽ എനിക്കൊരു ഉത്തരം പറയാനില്ല. ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. അതങ്ങനെ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല. എന്നാലും സ്വന്തം ആളുടെ ജനനത്തീയതിയും ജനിച്ച സമയമൊക്കെ മറന്നു പോവുക അച്ഛാ. ഹോസ്പിറ്റൽ റെക്കോർഡ്സ് ഉണ്ടാവില്ലേ? ഞാനും ലക്ഷ്മിയും അന്ന് അന്യനാട്ടിലായിരുന്നല്ലോ. ഹോസ്പിറ്റൽ റെക്കോർഡ്സ് എങ്ങനെയോ നഷ്ടപ്പെട്ടു. ശരിക്കും മറവിയല്ല സംഭവിച്ചത്, ഒരാശയക്കുഴപ്പം വന്നു. ശരിക്കുള്ള തീയതി അതാണോ ഇതാണോ എന്ന്. മലയാള മാസ തീയതിയും ജന്മനക്ഷത്രത്തിൻ്റെ തീയതിയും ഇംഗ്ലീഷ് മാസത്തിൻ്റെ തീയതിയും തമ്മിൽ കൂടിക്കൊഴിഞ്ഞു. അങ്ങനെ സംഭവിച്ചതാ. നമ്മളതത്ര കാര്യമാക്കില്ല. പിറന്നാളൊക്കെ നിൻ്റെ ജന്മനക്ഷത്രം നോക്കി ആഘോഷിച്ചു പോന്നു. രാജഗോപാൽ കൂടുതൽ വിശദീകരിക്കാൻ നിൽക്കാതെ നിർത്തി. ഈ പറയുന്നതിലൊന്നും തന്നെ അച്ഛന് തന്നെ വിശ്വാസമില്ലാത്ത പോലെ തോന്നുന്നു കേട്ടിട്ട്. അല്ലിമ്മ പറഞ്ഞു, അല്ല, ഞാനിത് പറയാനല്ല വിളിച്ചത്. നമ്മുടെ ഭാഗം സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ചുരുക്കത്തിൽ ഇത്രയുള്ളൂ സംഗതി. അവർക്ക് ജാതകം കിട്ടണം, ഇല്ലെങ്കിൽ കല്യാണം നടക്കില്ല. അല്ലെങ്കിൽ ജനിച്ച തീയതിയും സമയവും കൊടുക്കണം. നമുക്ക് വേണമെങ്കിൽ കള്ളം പറയാം, പക്ഷെ നമ്മൾ ആരെയും ചീറ്റ് ചെയ്തിട്ടില്ല, ഇനി ചെയ്യുകയില്ല. അതാണ് നമ്മുടെ നിലപാട്. ജാതകം കിട്ടിയില്ലെങ്കിൽ മാരേജ് നടക്കില്ലെന്ന് ആരാ പറഞ്ഞത്? സന്ദീപിൻ്റെ അച്ഛൻ. ജാതകം പരിശോധിച്ച് പൊരുത്തം നോക്കാതെ കല്യാണം പറ്റില്ലെന്ന് തീർത്തു പറഞ്ഞു. ജനനത്തീയതിയെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അല്ലേ? പക്ഷെ അതുകൊണ്ട് കാര്യമില്ല മോളെ. പൊരുത്തം നോക്കുമ്പോൾ ചേർന്നില്ലെങ്കിലോ? അപ്പോഴും അവർ കൈയൊഴിക്കും. സന്ദീപേട്ടൻ അറിഞ്ഞോ ഇങ്ങനെയാണ് സംസാരിച്ച് പിരിഞ്ഞതെന്ന്? അവൻ ഓഫീസിലായിരുന്നില്ലേ? ഇപ്പം അവരറിയിച്ചിട്ടുണ്ടാകും. എൻ്റെ ജനനത്തീയതി പോലും കൃത്യമായിട്ട് അറിയില്ല എന്ന് പറയുന്നത് നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്കല്ലേ അച്ഛാ? അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ ഒരു ദിവസത്തിൻ്റെയോ മറ്റോ വ്യത്യാസമേ ഉള്ളൂ. അതിൻ്റെ പേരിൽ ഒരു വിവാഹം വേണ്ടെന്ന് വെക്കുന്നത് ശരിയാണോ? ഒരു കാര്യം ഓർക്കണം, നീ സന്ദീപിന് വേണ്ടി എന്തെല്ലാം ഉപേക്ഷിച്ചു. നിൻ്റെ സിവിൽ സർവീസ് മോഹം പോലും വേണ്ടാന്ന് വെച്ചില്ലേ? അതുപോലൊരു ത്യാഗ മനസ്ഥിതി മറുഭാഗത്ത് വേണ്ടേ? അല്ലിമ്മ തല താഴ്ത്തിയ ആലോചനയോടെ നിന്നു.
ചെറിയ കാര്യമാണെന്ന് തോന്നിച്ചെങ്കിലും ഇത് ഗുരുതരമായ വിഷയമാണെന്ന് അവൾക്ക് മനസ്സിലായി. ചെറിയൊരു നിഗൂഢത അന്തർലീനമായി കിടപ്പുണ്ടെന്ന് അവൾ സംശയിച്ചു. അധ്യായം 24. നന്ദന കുളി കഴിഞ്ഞ് മുടി തുടച്ചുകൊണ്ട് മുറിയിലേക്ക് വന്നു. ഡിസ്പ്ലേയിൽ ഏട്ടൻ്റെ നമ്പർ തെളിയുന്നത് കണ്ട് സംശയത്തോടെ അവൾ നിന്നു. ആ കോളും റിങ് ചെയ്ത് തീർന്നു. നന്ദന ഫോൺ എടുത്ത് നോക്കി. 8 മിസ്ഡ് കോള്. എല്ലാം സന്തുവട്ടൻ വിളിച്ചത് തന്നെ. നന്ദനയ്ക്ക് മനപ്രയാസമായി. ഇത്രയധികം വിളിച്ചിട്ടും ഫോൺ എടുക്കാത്തത് ഗുരുതരമായ കൃത്യോവിലോപമാണ്. അവൾക്ക് തോന്നി അതിനുത്തരം താൻ പറയേണ്ടി വരും. നന്ദന ഫോണെടുത്ത് സന്ദീപിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. 2 തവണ റിങ് ചെയ്തപ്പോഴേക്കും ഫോൺ എടുത്തു കഴിഞ്ഞു. ഹലോ ഏട്ടാ, എത്ര മിസ് കോളാ? അതാ ഞാനും ചോദിക്കുന്നത്. നിന്നെ കിട്ടണമെങ്കിൽ എത്ര തവണ വിളിക്കണം? നീ എന്താ കോൾ എടുക്കാത്തത്? ഞാൻ ബാത്റൂമിലായിരുന്നു ഏട്ടാ. അമ്മയും ബാത്റൂമിലായിരുന്നോ? അമ്മ മനഃപൂർവ്വം എടുക്കാത്തതാ. എന്താ കാരണം? ഏട്ടൻ വല്ലതും ചോദിച്ചാൽ അമ്മയ്ക്കൊന്നും പറയാനില്ല. അമ്മയുടെ വാ മൂടിക്കിട്ടിയോ ആരെങ്കിലും? സ്വരത്തിലെ ദേഷ്യം നന്ദനയ്ക്ക് മനസ്സിലായി. ആ കെട്ടി അച്ഛൻ. എൻ്റെ ഫോൺ എടുക്കരുതെന്ന് പറഞ്ഞോ ജഡ്ജി അദ്ദേഹം? എടുക്കണ്ടെന്നല്ല, എടുത്താലും ഒന്നും പറയണ്ടെന്ന് നന്ദന വെളിപ്പെടുത്തി. അവിടെ എന്താ സംഭവിച്ചത്? അല്ലി ചേച്ചിയുടെ അച്ഛനും അമ്മയും പിണങ്ങിയിറങ്ങിപ്പോയി. അമ്മ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും കഴിച്ചില്ല. എന്താ കാരണം? അച്ഛനും അല്ലി ചേച്ചിയുടെ അച്ഛനും തമ്മിൽ സംസാരിച്ചു തെറ്റി. അമ്മയില്ലായിരുന്നു കൂടെ? ഇല്ല, അച്ഛൻ്റെ ഓഫീസ് റൂമിലിരുന്ന് അവർ രണ്ടുപേരും സംസാരിച്ചത്. എന്താ കാര്യം എന്ന് അമ്മ അച്ഛനോട് ചോദിച്ചില്ലേ? ചോദിച്ചിട്ടും അച്ഛനൊന്നും പറഞ്ഞില്ലത്രേ. അച്ഛൻ പറയാതിരിക്കില്ല, അമ്മയ്ക്കറിയാം. എന്നോടുള്ള മടി കൊണ്ട് പറയാത്തതാ, അല്ലെങ്കിൽ ഫോൺ എടുക്കൂലേ? ആയിരിക്കും. എന്നാലും അമ്മയ്ക്ക് വല്ലാത്ത ടെൻഷനുണ്ട്. ഏട്ടൻ്റെ കോൾ എടുക്കാത്തതിൽ വിഷമമുണ്ട്. ഏട്ടൻ വിളിക്കണ്ട കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ അല്ലിയുമായുള്ള മാരേജ് നടത്താൻ അച്ഛൻ സമ്മതിക്കില്ല അല്ലേ? അച്ഛൻ്റെ ഭാഗത്താണോ കുഴപ്പമെന്ന് നമുക്കറിയില്ലല്ലോ ഏട്ടാ. അല്ലാതെ പിന്നെ ആരുടെ ഭാഗത്താ കുഴപ്പം? അവർ പിണങ്ങിപ്പോയെങ്കിൽ അതിനർത്ഥം അച്ഛൻ പിണക്കി വിട്ടു എന്നല്ലേ? അച്ഛൻ്റെ ഭാഗത്ത് കുറ്റമൊന്നുമില്ലെന്നാണ് അമ്മ പറഞ്ഞത്. ഇതെന്തു കടങ്കഥ? ഏട്ടനിങ് വാ, ഇന്ന് ഹാഫ് ഡ്യൂട്ടി മതി. അച്ഛൻ ഉറങ്ങുന്നതിന് മുമ്പ് വരണം. ശരി, നീ വെച്ചോ. നന്ദന കോള് കട്ട് ചെയ്തു. എന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ വാതിക്കലമ്മ. അവരോട് നീ എന്തു പറഞ്ഞു? ഞാനെന്ത് പറയാനാ? എനിക്ക് വല്ലതും അറിയാമോ? അവനിങ്ങോട്ട് വരുന്നാണോ പറഞ്ഞത്? അങ്ങനൊന്നും പറഞ്ഞില്ല. ശരിയാവും, വരട്ടെ. അച്ഛൻ അവനോട് സംസാരിച്ചോളും. രാത്രി 10 മുമ്പ് സന്ദീപിൻ്റെ കാർ ഗേറ്റ് കടന്നു വന്നു. രാത്രി കാറിൻ്റെ വെളിച്ചം കണ്ടതേ വാതിൽ തുറന്ന് സിറ്റൗട്ടിലിറങ്ങി. സന്ദീപ് കീച്ചൈനുമായി കയറി ചെന്നു. അച്ഛൻ ഉറങ്ങിയോ? അവൻ തിടുക്കത്തിൽ ചോദിച്ചു. ഇല്ല, അത്താഴം കഴിഞ്ഞിട്ട് ടെറസിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പാണ്. ഞാൻ പോയിട്ട് അച്ഛനൊന്ന് കാണട്ടെ. അമ്മയ്ക്ക് എന്നോടൊന്നും പറയാനില്ലല്ലോ? സന്ദീപ് തീക്ഷ്ണ സ്വരത്തിലാണ് സംസാരിച്ചത്. പറയാനുണ്ട്. നീ അച്ഛനെ കണ്ടിട്ട് വാ, എന്നിട്ട് പറയാം. സന്ദീപ് കോണിപ്പടി കയറി അവൻ്റെ മുറിയുടെ നേർക്ക് പോയി. രാജശ്രീ ആശങ്കയോടെ അവൻ്റെ കൂസലില്ലാത്ത പോക്ക് നോക്കി നിന്നു. റൂമിൽ ചെന്ന് ഡ്രസ്സ് മാറിയ ശേഷം സന്ദീപ് ലോബിയിലെത്തി കാത്തുനിന്നു. അത്താഴം കഴിച്ചുള്ള അച്ഛൻ്റെ നടപ്പ് അരമണിക്കൂർ ദീർഘിക്കുമെന്നറിയാം. അത് വെറും നടപ്പല്ല. ആ സമയത്താണ് തീരുമാനങ്ങൾ രൂപം കൊള്ളുന്നതും ആത്മപരിശോധനകൾ നടത്തുന്നതും. ഫോൺ പോലും ആ നേരത്ത് കയ്യിലെടുക്കാറില്ല. അല്പനേരം കഴിഞ്ഞപ്പോൾ കോണിപ്പടിയിൽ കാലച്ച കിട്ടു. ജയദേവൻ നമ്പ്യാർ ടെറസിൽ നിന്നും ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. നീ ഹാഫ് ഡേ ലീവ് എടുത്ത് പോന്നു അല്ലേ? അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. നമുക്ക് നാളെ രാവിലെ സംസാരിക്കാമായിരുന്നല്ലോ. അച്ഛനിത് വെറും ഒരു ഡിസിഷൻ്റെ പ്രശ്നം മാത്രമാണ്. എനിക്കങ്ങനെയല്ല. എൻ്റെ ലൈഫാണ്. നിൻ്റെ ലൈഫ് ഞാനും നിൻ്റെ അമ്മയും കൂടി കരിപ്പിടിപ്പിച്ചുകൊണ്ട് വന്നതാണ്. ഇന്നലെ കണ്ട ഒരു പെണ്ണല്ല. അതിൽ എല്ലാ വെല്ലുവിളികളും എല്ലാ മറുപടികളും അടങ്ങിയിരുന്നു. അച്ഛനും അമ്മയും കൂടി ചേർന്നിട്ടാണല്ലോ. അച്ഛൻ ഒറ്റയ്ക്ക് നോക്കിയാൽ ഞാൻ പോലും ഉണ്ടാകുമായിരുന്നില്ല. അത് നമ്പ്യാർക്ക് പ്രതിരോധിക്കാൻ കഴിയാത്തത്ര കടുത്ത പ്രത്യുത്തരമായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും ചേർന്നാണ് ഞാൻ കല്യാണം കഴിക്കേണ്ട പെണ്ണിനെ തിരഞ്ഞുപിടിച്ചു തന്നത്. ജയദേവൻ നമ്പ്യാർ പറഞ്ഞു. പണ്ട് അങ്ങനെ പല കാര്യങ്ങളും അച്ഛനമ്മമാർ മക്കളുടെ മേലെ അടിച്ചേൽപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഇക്കാലത്ത് കല്യാണം കഴിക്കുന്നവരുടെ ഇഷ്ടത്തിനാണ് പ്രാധാന്യം കൂടുതൽ. നിൻ്റെ അമ്മയെ എൻ്റെ മേലെ ആരും അടിച്ചേൽപ്പിച്ചതല്ല. പരസ്പരം ഇഷ്ടപ്പെട്ടതിന് ശേഷമായിരുന്നു ഞങ്ങളുടെ വിവാഹം. അതുപോലെ
ഞാനും ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടിരിക്കുക. അവൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. അച്ഛനും അമ്മയും ചേർന്ന് തെരഞ്ഞു പിടിച്ചതല്ല എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതൊരു പോരായ്മയാണെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. ഞാൻ പാതി വഴിക്ക് ജോലി നിർത്തിയിട്ട് ഇപ്പോൾ ഓടി വന്നത് എന്തിനാണെന്ന് അച്ഛൻ അറിയാമല്ലോ. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ നാളെ സംസാരിക്കാമെന്ന്. എനിക്ക് അത്ര ക്ഷമയില്ലത്താ. അല്ലിമയുടെ അച്ഛനും അമ്മയും പിണങ്ങിയാണ് പോയതെന്നറിഞ്ഞാണ്. എന്താ അതിൻ്റെ കാരണം? നമ്മുടെ ഭാഗത്തു നിന്നും ഒരു പ്രകോപനവും ഉണ്ടായിട്ടില്ല. അവരുടെ മകളുടെ ജാതകം ഞാൻ ചോദിച്ചു. അതവർ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. നമ്മളത് പലതവണ സൂചിപ്പിച്ചതാണ്. എന്നിട്ടും കൊണ്ടുവന്നില്ല. അത്രയുള്ള പ്രശ്നം. അവർ മറന്നുപോയതായിരിക്കും. അടുത്ത തവണ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അല്ലെങ്കിൽ നെറ്റിലോ വാട്സപ്പിലോ അയച്ചു തന്നാൽ മതി. പെൺകുട്ടിയുടെ ജാതകം കിട്ടണം. അത്രയുള്ളൂ എൻ്റെ ഡിമാൻഡ്. അതിൻ്റെ പേരിലാണ് അവർ പിണങ്ങിയത്. ഞാൻ എൻ്റെ ആവശ്യം കർക്കശമായിട്ട് തന്നെ പറഞ്ഞു. അതവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ജാതകം തരാൻ അവർക്ക് മടിയാണോ? അവരുടെ കയ്യിലില്ല. അതാണ് കാരണം. ജാതകമില്ലെങ്കിൽ ജന്നത്തീയതിയും സമയവും മതിയല്ലോ. മതി. അത്രയേ ഞാനും പറയുന്നുള്ളൂ. അതിൻ്റെ പേരിൽ അവർ പിണങ്ങിപ്പോയി പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരെ തന്നെ വിളിച്ച് ചോദിക്കേ. എനിക്ക് കിടക്കാൻ സമയമായി. ഇനി നാളെ സംസാരിക്കാം. ജയദേവൻ നമ്പ്യാർ അയാളുടെ മുറിയിലേക്ക് പോയി. അല്പനേരം അവിടെ സംശയിച്ചു നിന്ന ശേഷം സന്ദീപ് കോണിപ്പടി ഇറങ്ങി താഴെ രാജശ്രീയും നന്ദനയും കാത്തു നിൽപ്പുണ്ടായിരുന്നു. അച്ഛനെന്ത് പറഞ്ഞു? രാജശ്രീ ആശങ്കയോടെ മകനെ നോക്കി. ജാതകം വേണമെന്ന് അച്ഛൻ നിർബന്ധിച്ച് പറഞ്ഞതാണ് പ്രശ്നമെന്ന്. അതുതന്നെയാണ് സംഭവിച്ചത്. നീ വാ, ചോറുണ്ടിട്ട് സംസാരിക്കാം. അമ്മേ, ഞാൻ ക്യാൻറ്റീനിൽ നിന്നും കഴിച്ചു. എന്നാൽ ഇത്തിരി ചോറ് വേണ്ട. അച്ഛന് കൊടുക്കണ മാതിരി ഒരു ചുക്കാപ്പി ഇട്ട് തന്നാൽ മതി. സന്ദീപ് ഡൈനിങ് റൂമിൽ ചെന്നിരുന്നു. അമ്മ അടുക്കളയിലേക്ക് കയറിയപ്പോൾ നന്ദന സ്വരം താഴ്ത്തി അവനോട് പറഞ്ഞു. അത് മാത്രം പ്രശ്നം എനിക്ക് തോന്നുന്നില്ല. അടിത്തട്ടിൽ കിടന്ന് എന്തോ ചീഞ്ഞു നടന്നുണ്ട്. അടിത്തട്ടിലെന്താ? ആർക്കറിയാം. നന്ദന കൈമലർത്തി. രാജശ്രീ ചുക്ക് കാപ്പി തിളപ്പിച്ചു. അത് കൊണ്ടുവന്ന് സന്ദീപിന് കൊടുത്തു. 1/2 ഗ്ലാസ് നന്ദനയ്ക്ക് നൽകി. വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മേ? ശ്രീധരൻ, സ്വർണം? സന്ദീപ് തിരക്കി. അതേപ്പറ്റിയൊന്നും സംസാരിച്ചിട്ടേ ഇല്ല. ജാതകം അത്ര വലിയൊരു പ്രശ്നം അല്ല. നമ്മളൊരു നിസാര കാര്യമല്ലേ ചോദിച്ചത്. അതവർക്ക് തന്നാലെന്താ? ജന്നത്തീയതി ചോദിച്ചിട്ട് അവർ പറയുന്നില്ല. അത് ഞാൻ സംസാരിച്ച് ക്ലിയർ ചെയ്തോളാം. എന്തൊരു ടെൻഷനാ ഇതുപോലത്തെ നിസാര കാര്യത്തിന്. ശരിക്കും സന്ദീപിന് ഇപ്പോൾ ഒരു ആശ്വാസം തോന്നി. പരിഹാരമില്ലാത്ത പ്രശ്നമില്ല. എന്തോ ഒരു വാശി 2 കൂട്ടർക്കിടയിൽ കടന്നുകൂടി. അതായിരിക്കാം പിണക്കത്തിൻ്റെ കാരണം. നന്ദനയോടും രാജശ്രീയോടും ഗുഡ് നൈറ്റ് പറഞ്ഞ് സന്ദീപ് തൻ്റെ മുറിയിലേക്ക് പോയി. മൊബൈൽ ഫോൺ എടുത്ത് അല്ലിമയുടെ നമ്പറിലേക്ക് വിളിച്ചു. ആ കോളിന് കാത്തിരുന്ന പോലെ അല്ലിമയുടെ സ്വരം ഫോണിൽ കേട്ടു. ഹലോ. ശബ്ദത്തിന് മാറ്റമുണ്ടെന്ന് സന്ദീപിന് മനസ്സിലായി. ഔപചാരികമായ ഹലോ ആണ്. എന്താണ് ഗൗരവ്? സന്ദീപേട്ട ഇപ്പോൾ ഇടുന്ന? ഞാൻ വീട്ടിലെത്തി. ഞാൻ കുറേ വിളിച്ചിരുന്നു. കണ്ടു. കൃത്യമായിട്ടുള്ള വിവരം അറിഞ്ഞ ശേഷം വിളിക്കാമെന്ന് കരുതിയ ഫോൺ എടുക്കാതിരുന്നത്. കൃത്യമായിട്ടുള്ള വിവരം അറിഞ്ഞോ? ഞാൻ അച്ഛനോട് സംസാരിച്ചു. അച്ഛൻ ആകെ ഒരൊറ്റ ഡിമാൻഡേ പറഞ്ഞിട്ടുള്ളൂ. തൻ്റെ ജാതകം കിട്ടണം. അതില്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള മാരേജ് നടക്കില്ലേ? എന്തിനാടാ വെറുതെ വാശി നിസാര കാര്യത്തിന്? അതാണ് ഞാനും ചോദിക്കുന്നത്. ജാതകമില്ലെങ്കിൽ നമ്മുടെ വിവാഹം നടക്കില്ലേ? താനും വാശിയിലാണോ? എനിക്കിതിനൊരു മറുപടി കിട്ടിയാൽ മതി. ഞാനൊരു മനുഷ്യ സ്ത്രീയാണ്. സന്ദീപേട്ടനൊരു പുരുഷനാണ്. അത്രയുള്ള വ്യത്യാസം. പൗരാവകാശങ്ങളൊക്കെ ഒരുപോലെയാണ്. IPC നമുക്ക് 2 പേർക്കും ഒരുപോലെ ബാധകമാണ്. എനിക്കോ എൻ്റെ അച്ഛനമ്മമാർക്കോ സന്ദീപേട്ടൻ്റെ ജാതകം ആവശ്യമില്ല. അത് നോക്കിയിട്ടല്ല അവരും ഈ കല്യാണത്തിന് സമ്മതിച്ചത്. അല്ലിമ വീരോടെ പറഞ്ഞു. ഇതൊരു തർക്കുത്തരമല്ലേ അല്ലിമ? ജാതകം ചോദിച്ചൊരു കുറ്റമാണോ? നാട്ടു നടപ്പുള്ള കാര്യമില്ലേ? അത് തരാതെ വേറെ കുറേ ന്യായങ്ങൾ പറയുന്നത് ശരിയാണോ? ജാതകമില്ലെന്ന് അച്ഛൻ പറഞ്ഞല്ലോ. ജന്നത്തീയതിയും സമയം പറഞ്ഞാൽ അച്ഛനെവിടെ നോക്കിക്കോളും. അങ്ങനെ നോക്കിയിട്ട് പൊരുത്തക്കേട് കണ്ട എന്നെ വേണ്ടാന്ന് വെക്കുമോ? സന്ദീപിന് പെട്ടെന്നൊരു മറുപടി കിട്ടിയില്ല. മറുപടി പറ സന്ദീപേട്ട. ജാതകത്തിൽ സന്ദീപേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? ജാതകം ചേരുന്നില്ലെങ്കിൽ സന്ദീപേട്ടൻ എന്നെ ഉപേക്ഷിക്കുമോ? ഇതൊക്കെ ആവശ്യമില്ലാത്ത സംസാരങ്ങളാണ്. ഇത് സന്ദീപേട്ടൻ്റെ കാഴ്ചപ്പാട്. ഇതിൻ്റെ yes or no മറുപടി ഇല്ലാതെ
നമുക്ക് മുമ്പോട്ട് പോകാനാവില്ല. എൻ്റെ നോട്ടത്തിൽ ജാതകം കിട്ടിയേ തീരൂ എന്ന് നിർബന്ധിക്കുന്ന അച്ഛൻ്റെ നിലപാട് ദുശാഠ്യമാണ്. ജാതകം കൊടുക്കില്ലെന്ന നിങ്ങളുടെ വാശിയും ദുശാഠ്യമാണ്. ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നവനല്ല. ജാതകത്തിൻ്റെ പേരിൽ തന്നെ ഉപേക്ഷിക്കാനും ഞാൻ തയ്യാറല്ല. ജാതകം നോക്കിയിട്ടല്ല ഞാൻ തന്നെ ഇഷ്ടപ്പെട്ടത്. സന്ദീപേട്ട, എനിക്ക് ജാതകമില്ല. ഞാൻ ഔട്ട് ഓഫ് സ്റ്റേറ്റിലാണ് ജനിച്ചത്. ജനനത്തീയതിയുടെ കാര്യത്തിൽ അച്ഛനും അമ്മയ്ക്കും നല്ല നിശ്ചയം പോരാ. അങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നു എൻ്റെ ജനനം. ബർത്ത് സർട്ടിഫിക്കറ്റിലെ ഡേറ്റ് എൻ്റെ ജന്മദിനമായിട്ട് കരുതിപ്പോന്നു. അതിൽ നിന്ന് 1-2 ദിവസം അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ വ്യത്യാസപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്നാണ് അച്ഛനും അമ്മയും സംശയം. സന്ദീപേട്ടന് കാര്യം പിടികിട്ടിയോ? അല്ലേ, ഫോർമലായിട്ടുള്ള വിളി നിർത്ത്. നീ ഇങ്ങനെയാണോ എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്? ഞാൻ മനഃപൂർവ്വമായതാ. എന്നെ ഉപേക്ഷിക്കോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ. ഈ കാലത്ത് ഒരു കുഞ്ഞ് ജനിച്ച ഡേറ്റും സമയവും ജന്മനക്ഷത്രവും അതിൻ്റെ അച്ഛനോ അമ്മയ്ക്കോ അറിയില്ലെന്ന് പറഞ്ഞാൽ അത് കുറച്ച് കഷ്ടം തന്നെയാണ്. സന്ദീപ് കുറ്റപ്പെടുത്തി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി. നിങ്ങൾക്ക് ആ ബർത്ത് സർട്ടിഫിക്കറ്റിലെ ഡേറ്റ് തന്നെ ഉറപ്പിച്ച് പറഞ്ഞുകൂടായിരുന്നു? എൻ്റെ അച്ഛനും അമ്മയും കള്ളം പറഞ്ഞ് മറ്റുള്ളവരെ പറ്റിക്കുന്നവരല്ല. നമുക്കിനിയെങ്കിലും അത് തപ്പിയെടുക്കാൻ പറ്റുമോ? ഇല്ല സന്തോട്ട. പിണങ്ങിപ്പോകാൻ എന്താ കാരണമെന്ന് അമ്മയോ അച്ഛനോ പറഞ്ഞോ? ഒന്നുകിൽ ജാതകം, അല്ലെങ്കിൽ ശരിയായ ജനനത്തീയതി. ഇത് രണ്ടുമില്ലെങ്കിൽ കല്യാണം നടക്കില്ലെന്ന് സന്തോഷൻ്റെ അച്ഛൻ തീർത്തു പറഞ്ഞു. അച്ഛൻ അങ്ങനത്തെ ചില പിടിവാശികളൊക്കെ ഉണ്ട്. സാരമില്ല, നമുക്ക് നോക്കാം. താൻ ധൈര്യമായിരുന്നാൽ മതി. 2 വീട്ടുകാരും കൂടി എതിർത്താലും നമ്മൾ ഒന്നിച്ച് ജീവിക്കും. സന്തോഷൻ്റെ അച്ഛനോട് വാശി കേട്ടണ്ട, നയത്തിൽ ഇടപെട്ടാൽ മതി. അച്ഛനോട് ഞാൻ പറഞ്ഞോളാം. ബർത്ത് സർട്ടിഫിക്കറ്റിലെ ഡേറ്റ് ജനനത്തീയതിയായിട്ട് കരുതി പൊരുത്തം നോക്കാമെന്ന്. ആ ഒരു ചടങ്ങ് നടത്തിയാൽ മതിയെന്ന് അച്ഛന് സമാധാനം കിട്ടുമല്ലോ. അങ്ങനെ മതി. ഇപ്പോൾ സമാധാനമായി. എൻ്റെ ഈശ്വര, ഇതുവരെ അനുഭവിച്ച ടെൻഷൻ. ഞാനും സന്തോഷേട്ടനെ ആദ്യം വേണ്ടെന്ന് പറഞ്ഞവളല്ലേ ഞാൻ. അവിടെ നിന്നല്ലേ ഞാൻ തിരിച്ചു വന്നത്. അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമില്ലാതിരുന്നിട്ടും പോലും ഞാനതൊന്നും നോക്കിയില്ല. എൻ്റെ IAS സ്വപ്നം പോലും ഞാൻ ഉപേക്ഷിച്ചു. എന്നിട്ടൊടുവിൽ ജാതകം എന്നൊരു കടലാസ് കഷ്ണത്തിൽ തട്ടി എല്ലാം ബ്രേക്കപ്പ് ആവുമെന്ന് കാണുവച്ചാൽ എങ്ങനെയാ ജീവിക്കുക? എങ്ങനെ സഹിക്കുക? ഇനി ജീവിക്കേണ്ടെന്ന് പോലും തോന്നിപ്പോയി സന്തോട്ടാ. എടോ, അത്രയ്ക്ക് ഡെസ്പാവേണ്ട കാര്യമുണ്ടായിരുന്നു? ഒന്നുമല്ലെങ്കിലും ഞാനില്ല ഇപ്പുറത്ത്. അച്ഛൻ ഇവിടെ വന്നു പറഞ്ഞത് അങ്ങനെയാ, ആ മോഹം ഉപേക്ഷിക്കാൻ. ജാതകമില്ലാത്ത കാരണം കൊണ്ട് നമ്മുടെ മാരേജ് നടക്കില്ലെന്ന്. ഉടനെ താൻ എല്ലാ പ്രതീക്ഷയും കൈവിട്ടു. ഞാൻ അനുഭവിച്ച പെയിനൊന്ന് പറയാൻ വയ്യ സന്തോട്ട. അല്ലിമ, സമാധാനത്തിലേക്ക് തിരിച്ചു വാ. സന്ദീപിന് പ്രശ്നമെല്ലാം ലഘൂകരിക്കപ്പെട്ടതായി തോന്നി. അവർ രണ്ടുപേരും മതിവരുവോളം സംസാരിച്ചുകൊണ്ടിരുന്നു. ഓഡിയോ കോളിൽ നിന്നും അവർ വീഡിയോ കോളിലേക്ക് മാറി. അല്ലിമയെക്കുറിച്ച് ആശങ്കയുണ്ടായിരുന്നതിനാൽ ശ്രീലക്ഷ്മി ഉറങ്ങാതെ കിടക്കുകയായിരുന്നു. ഇടയ്ക്ക് ഭർത്താവിനെ ഉണർത്താതെ അവർ എഴുന്നേറ്റു. ചാരിയിട്ടിരുന്ന വാതിൽ തുറന്ന് ചെറിയ കോറിഡോറിലേക്ക് ഇറങ്ങി. മെല്ലെ സ്റ്റെയർ കേസ് കയറി മുകളിലെത്തി. ശ്രീലക്ഷ്മി അല്ലിമയുടെ മുറിക്ക് മുന്നിലെത്തി. അവൾ ഉറങ്ങിക്കാണില്ലെന്ന് ശ്രീലക്ഷ്മിക്ക് ഉറപ്പുണ്ടായിരുന്നു. രാജഗോപാലുമായി സംസാരിച്ച ശേഷം അവൾ അത്രയ്ക്ക് തളർന്ന മനസ്സോടെയാണ് മുറിയിൽ നിന്ന് ഇറങ്ങി വന്നത്. ജീവിതാഭിലാഷങ്ങളെല്ലാം അവസാനിച്ചതുപോലെയായിരുന്നു അപ്പോഴത്തെ അവളുടെ മുഖം. ഇങ്ങനെ മുങ്ങിപ്പോകുന്ന ഒരു മനസ്സ് അവൾക്കുണ്ടെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ആരോടും സംസാരിച്ചില്ല അവൾ. രാത്രി ഭക്ഷണവും കഴിച്ചില്ല. ശ്രീലക്ഷ്മിയും രാജഗോപാലും കൂടി അവളുടെ മുറിയിൽ അവൾ കിടക്കുന്ന കട്ടിലിൽ ചെന്നിരുന്ന് പറഞ്ഞ സാന്ത്വന വാക്കുകളൊന്നും അവൾ പ്രതികരിച്ചില്ല. മനസ്സ് ചത്ത പോലെ കിടക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ശ്രീലക്ഷ്മി അല്ലിമയുടെ വാതിൽ നിന്നും കാതോർക്കുമ്പോൾ അകത്തു നിന്നും അല്ലിമയുടെ സ്വതസിദ്ധമായ പ്രസരിപ്പോടെയുള്ള സംഭാഷണം, ഇടയ്ക്കിടെ ചിരി. അവൾ സംസാരിക്കുന്നത് സന്ദീപിനോടെന്ന് ശ്രീലക്ഷ്മി ഊഹിച്ചു. അവളുടെ മനോവിഷമം എല്ലാം തീർന്നുവോ? അവൻ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടു കഴിഞ്ഞു. എന്തൊക്കെ സംഭവിച്ചാലും അതിനെല്ലാം ധൈര്യമായി നേരിടാൻ തന്നെ രണ്ടുപേരും ഉറപ്പിച്ചു. അതോ സന്ദീപും അല്ലിമയും പ്രശ്നത്തിൻ്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കാതെ വെറും ജാതക പ്രശ്നം മാത്രമാണ് അവരുടെ മുന്നിലെന്നുള്ളത് കരുതി ആശ്വാസം കൊള്ളുകയാണോ? ശ്രീലക്ഷ്മി നാനാതരം ആശങ്കകളോടെ പിന്തിരിഞ്ഞു.
തിരികെ സ്റ്റെയർകേസ് ഇറങ്ങി റൂമിൽ കടന്ന് വാതിലടച്ചു. കട്ടിലിൽ ചെന്നിരിക്കുമ്പോഴേക്കും ലൈറ്റ് തെളിഞ്ഞു. ശ്രീലക്ഷ്മി ഞെട്ടി. രാജഗോപാൽ കിടന്ന കിടപ്പിൽ തന്നെ സ്വിച്ച് ബോർഡിൽ നിന്നും കൈ പിൻവലിച്ചു. കൈമുട്ട് തലയണയിൽ ഊന്നി കൈപ്പത്തിയിൽ മുഖം ഉയർത്തി വെച്ച് അയാൾ ചോദിച്ചു, ഉറങ്ങിയോ അവള്? ഇല്ല. എന്ത് ചെയ്യുക? അവനുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നു. ടെൻഷനിലാണോ? അല്ല. ചിരിയും കളി പറച്ചിലും. അവർ തമ്മിൽ പ്രശ്നം പരിഹരിച്ചു കാണും. അതങ്ങനെ പരിഹരിക്കും? അവർ രണ്ടുപേരും ഒന്നും അറിഞ്ഞിട്ടില്ലെന്നല്ലേ അതിനർത്ഥം? ന്യൂ ജനറേഷനല്ലേ? നമ്മൾ മഹാപർവ്വതം പോലെ കാണുന്ന പ്രശ്നങ്ങൾ പലതും അവർക്ക് വരും കരിങ്കൽച്ചികളാണ്. ഒന്നും അറിഞ്ഞിട്ടില്ല രാജേട്ടാ. അറിഞ്ഞാൽ അവനും അവൾക്കും ചിരിക്കാൻ കഴിയുമോ? പ്രത്യേകിച്ച് അല്ലമ്മയ്ക്ക്. അതും ശരിയാണ്, രാജഗോപാൽ സമ്മതിച്ചു. രണ്ടുപേരും അല്പസമയം മൗനം ദീക്ഷിച്ചു. രാജഗോപാൽ ചുമരിലേക്ക് കൈനീട്ടി ലൈറ്റ് അണച്ചു. ഇരുട്ടാണ് സുഖകരം എന്ന് രണ്ടുപേർക്കും തോന്നുന്നുണ്ടായിരുന്നു. അധ്യായം 25. എറണാകുളത്തു നിന്ന് വന്നവർ കല്യാണ നിശ്ചയം ഉറപ്പിച്ചിട്ടാണ് പോയത് എന്നറിയാൻ വേണ്ടിയായിരുന്നു വിന്ദുജ രാജശ്രീയെ ഫോണിൽ വിളിച്ചത്. രാജശ്രീ യാതൊരു മുഖവുരയുമില്ലാതെ കാര്യം വെട്ടിത്തുറന്നു പറഞ്ഞു. ആ കല്യാണം നടക്കില്ല വിന്ദു. ആ പെൺകുട്ടിക്ക് ജാതകമില്ല, നാളും നക്ഷത്രവും ഒന്നുമില്ല. അതെന്താ അങ്ങനെ? വിന്ദുജ അറിയാൻ ഉത്സുകയായി. അവളുടെ അച്ഛനും അമ്മയും നല്ലത്. വിന്ദുജയുടെ ശബ്ദത്തിൽ തന്നെ അത്ഭുതം തിങ്ങി. അവർ തന്നെ സമ്മതിച്ചു. ഈശ്വര, അന്ന് എറണാകുളത്ത് പോയപ്പോൾ ഞാൻ പറഞ്ഞത് അമ്മ ഓർക്കുന്നുണ്ടോ? അല്ലിമ്മ വേറൊരു ജനുസാണെന്ന്. അവളുടെ ഗസ്റ്റ് ചോയ്സ്, ബോഡി ലാംഗ്വേജ്, അനാട്ടമി ഒക്കെ വേറെയാണെന്ന്. ശരിയാ, നീ പറഞ്ഞിരുന്നു. ഒറ്റ കാഴ്ചയ്ക്ക് തന്നെ അത്രയ്ക്കും വ്യത്യാസമുണ്ടമ്മേ. ആ കളർ കോംപ്ലക്ഷൻ പോലും ഫർ ഡിഫറെൻ്റ് ആണ്. അല്ലിമ്മയുടെ സ്കിൻ വേറെ സ്കിന്നാണ്. അത് ആ വീട്ടിൽ ആർക്കും ഇല്ല. അത് അന്ന് തന്നെ എനിക്കൊരു സർപ്രൈസ് ആയിരുന്നു അമ്മേ. പക്ഷെ അതിൻ്റെ കാരണം ഇതാണെന്ന് ആരറിഞ്ഞു? അവൾ പിന്നെ ആരുടെ മകളാണെന്ന് അവർ പറഞ്ഞോ? പറഞ്ഞില്ല. അച്ഛനപ്പോഴേക്കും വിധി പ്രസ്താവിച്ചു, ഈ കല്യാണം നടക്കില്ലെന്ന്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവർക്ക് മനസ്സിലായി. അച്ഛൻ്റെ കാര്യം കുറച്ച് കഷ്ടം തന്നെയാണ്. എല്ലാം ചോദിച്ചറിഞ്ഞിട്ട് വേണ്ടേ ഫൈനൽ ഡിസിഷൻ പറയാൻ? അച്ഛൻ ചോദിക്കണത് അറിഞ്ഞിട്ട് നമുക്ക് കാര്യമൊന്നുമില്ലല്ലോ എന്നാണ്. എങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതല്ലേ? അതിൻ്റെ പിറകിൽ എന്തെങ്കിലും സീക്രട്സ് ഉണ്ടായിരുന്നെങ്കിലോ? എന്നാലും നമുക്കതറിയേണ്ട ആവശ്യമില്ലല്ലോടി അമ്മേ. അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലേ? നമ്മൾ എന്തിനാണ് ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്നത്? ഞെട്ടിപ്പിക്കുന്നതോ അമ്പരപ്പിക്കുന്നതോ അത്ഭുതപ്പെടുത്തുന്നതായ വാർത്ത വായിക്കാൻ വേണ്ടിയല്ലേ? ലോകത്ത് നടക്കുന്ന സൽക്കർമ്മങ്ങൾ മാത്രമാണ് വാർത്തയെങ്കിൽ നമ്മൾ പത്രങ്ങൾ നിർത്തിക്കളയില്ലേ? അച്ഛൻ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. അച്ഛൻ്റെ കുഴപ്പം ഇതാണ്, കോടതിയിലും ജഡ്ജി, വീട്ടിലും ജഡ്ജി. അപ്പോൾ സന്തു ആഗ്രഹിച്ച മാതിരി ആ കല്യാണം നടക്കില്ലല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, ഞങ്ങളുടെ ഇവിടുത്തെ കാർത്തുവിനെ കിട്ടിക്കോളാൻ. അപ്പോൾ അവന് പുച്ഛം, വലിയ ഐശ്വര്യരായിയെ തേടിപ്പോയതല്ലായിരുന്നു. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ഞാനവനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അവനോട് മിണ്ടല്ലേ മോളെ. അച്ഛൻ അവൻ്റെ അടുത്തൊന്നും വിട്ടു പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ അവനറിയില്ല ഇതുവരെ? ഇല്ലെന്നേ. അവൻ ഇന്നലെ ഓഫീസിൽ പോയിരിക്കുകയല്ലായിരുന്നോ? കല്യാണം നടക്കില്ലെന്ന് മാത്രമേ അവനോട് പറഞ്ഞിട്ടുള്ളൂ. അവൻ ചോദിക്കില്ലേ കാരണം എന്താണെന്ന്? കാരണം ജാതകം തന്നിട്ടില്ല, അത്ര തന്നെ. എന്നാലും സത്യം പറയാതിരിക്കാൻ പറ്റുമോ? അവർ റിക്വസ്റ്റ് ചെയ്തിരുന്നത്രേ അച്ഛൻ്റെ അടുത്ത്, കല്യാണം നടന്നാലും ഇല്ലെങ്കിലും അല്ലിമ്മ ഇത് അറിയരുതെന്ന്. എൻ്റെ ഈശ്വര, അവൾക്കറിയില്ലേ? ഇല്ലെന്ന്. അറിയായ്ക്കാതെയാണ് അവരവളെ വളർത്തിയത്. രാജശ്രീ അല്പസമയം കാത്തു. മറുവശത്തൊന്നും പ്രതികരണമില്ല. എന്താടി നീയൊന്നും മിണ്ടാത്തെ? എൻ്റെ അമ്മയെ, ആ അച്ഛനും അമ്മയും പൂവിട്ട് പൂജിക്കണം. അതെന്താ? സ്വന്തമല്ലാത്തൊരു പെൺകുഞ്ഞിനെ സ്വന്തമല്ലെന്ന് അറിയിക്കാതെ സ്വന്തം മക്കളുടെ കൂടെ വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ അവരുടെ മനസ്സിൻ്റെ വലിപ്പം രണ്ടു കൈയും കൂട്ടി തൊഴേണ്ടവരെ. രാജശ്രീ ഇതുവരെയും അങ്ങനെ ഒരു സംഗതി ചിന്തിച്ചിരുന്നില്ല. സ്വന്തം മകളാണെന്ന് പറഞ്ഞ് ആദ്യം പറ്റിക്കാൻ ശ്രമിച്ചു എന്നൊരു തോന്നലായിരുന്നു രാജശ്രീക്ക് അവരെപ്പറ്റി. എന്നെക്കൊണ്ട് പറ്റില്ല കേട്ടോ അമ്മേ. എവിടുന്നെങ്കിലും പെറുക്കിയെടുത്തൊരു പെങ്കൊച്ചിനെയും എൻ്റെ മോളെയും ഒരുപോലെ കാണാനും വളർത്താനും. നേരാണല്ലോടി മോളെ. എന്തായാലും സന്തുവിനോട് പറയാതെ പറ്റുമോ അമ്മേ? ജാതകം തന്നില്ല എന്നുള്ള കാരണം കൊണ്ട് അവൻ തൃപ്തിപ്പെടുവോ? ഇന്നലെ രാത്രി അച്ഛനും അവനും തമ്മിൽ സംസാരിച്ചു. ജേട്ടനൊന്നും വിട്ടു പറഞ്ഞില്ല. രാവിലെ ഞാൻ കണ്ടപ്പോൾ സന്തു
സ്വസ്ഥനായിട്ടിരിക്കുന്നു. കല്യാണം നടക്കില്ലെന്ന് അവന് തോന്നിക്കാണില്ല. അതന്നെ കാര്യം. ജാതകം സംഘടിപ്പിച്ചാൽ മതിയല്ലോ എന്നായിരിക്കും അവൻ്റെ വിചാരം. പക്ഷെ അവൻ എപ്പോഴെങ്കിലും സത്യം അറിയാമല്ലോ. ബിന്ദുജ മുന്നറിയിപ്പെന്ന പോലെ പറഞ്ഞു. ആ, അറിയുമ്പോൾ അറിയട്ടെ. ജാതകത്തിൻ്റെ പേരിൽ അവൻ പിന്മാറാൻ തയ്യാറായില്ലെങ്കിലോ? അച്ഛനെ അവൻ ധിക്കരിക്കുമെന്നാണോ? അവൻ അങ്ങനൊരു നിലപാടെടുത്താൽ എന്തു ചെയ്യും? അപ്പോൾ സത്യം പറയുക അല്ലാതെ വേറെന്ത് വഴി? ഇതൊരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആണേ. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണേ. എനിക്കിത്തിരി ജോലിയുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. കോൾ കട്ടായതോടെ രാശ്രീ ചിന്തയിൽ കണ്ടു. ഈ വിഷയം അച്ഛനും മകനും തമ്മിലുള്ള സംഘർഷത്തിന് വഴിവെക്കുമോ? ഓർക്കാപ്പുറത്തൊരു മഴച്ചാറ്റൽ. രാവിലെ ഇതൊട്ടും പ്രതീക്ഷിച്ചതല്ല. ജയദേവൻ നമ്പ്യാർ നടത്തത്തിൻ്റെ ആവൃത്തി വെട്ടിക്കുറച്ചു. കാറിൽ കയറി വീട്ടിലേക്ക് മടങ്ങി. അയാൾ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ സന്ദീപ് പത്രം വായിച്ച് ലോബിയിലിരിപ്പുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. നീ ഇന്ന് നേരത്തെ എണീറ്റോ? ഇന്നലെ ഞാൻ നേരത്തെ വന്ന് കിടന്നല്ലോ. ഓ, ഞാനത് മറന്നു. രാവിലെ മഴ. 3 റൗണ്ട് നടന്നതേ ഉള്ളൂ. അച്ഛൻ, ഞാൻ ഇന്നലെ രാത്രി അല്ലിമയെ വിളിച്ച് സംസാരിച്ചു. അവളുടെ സർട്ടിഫിക്കറ്റിലെ ബർത്ത് ഡേറ്റുമായി കൂടിക്കൊഴിഞ്ഞുണ്ടായിരുന്ന ഒരു പ്രശ്നമാണ്. സർട്ടിഫിക്കറ്റിലെയാണോ ശരി അതോ വേറെയാണോ എന്നൊരു കൺഫ്യൂഷൻ. ആരാ അങ്ങനെ പറഞ്ഞത്? അല്ലിമ. ആ, ആദ്യം ആ കൺഫ്യൂഷൻ തീർക്കാൻ പറ. നമുക്കിപ്പോൾ സർട്ടിഫിക്കറ്റിലെ ബർത്ത് ഡേറ്റ് തന്നെ കണക്കാക്കിയാൽ പോരെ? അതങ്ങനെ ശരിയാവും? അവർക്ക് പോലും നിശ്ചയമില്ല. പിന്നെ നമ്മളെങ്ങനെ ഉറപ്പിക്കും? പൊരുത്തം നോക്കലൊക്കെ ഒരു ചടങ്ങല്ലേ. അത് നടന്നാൽ പോരെ? അതിനുവേണ്ടി നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റിലെ ഡേറ്റ് തന്നെ ഫിക്സ് ചെയ്യാം. അതിന് നീ വേറെ അച്ഛനെ നോക്കണം, എന്നെ കിട്ടില്ല. നീ എന്താ വിചാരിച്ചത്? ജാതകം വെച്ച് പൊരുത്തം നോക്കുന്ന കുട്ടിക്കളിയാണെന്നോ? ജയദേവൻ നമ്പ്യാർ ദേഷ്യപ്പെട്ടു. നമ്മൾ ഇത്ര കടമ്പിടുത്തം പിടിക്കണം അച്ഛാ? വേണം. എനിക്കിതിലൊക്കെ നല്ല വിശ്വാസമുണ്ട്. അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഓരോരോ പാഠങ്ങൾ പഠിച്ചത്, അല്ലാതെ തോന്നിയാസങ്ങളിൽ നിന്നല്ല. എനിക്ക് ജാതകവും പൊരുത്തമൊന്നും നോക്കണ്ട. അച്ഛനല്ലല്ലോ, ഞാനല്ലേ കല്യാണം കഴിക്കുന്നത്. എൻ്റെ മകൻ എൻ്റെ സ്വന്തം ആയതുകൊണ്ട് എന്നെപ്പോലെ തന്നെയാണ് ഞാനും കണക്കാക്കിയിരിക്കുന്നത്. എനിക്ക് ജാതകവും പൊരുത്തവും വേണമെങ്കിൽ എൻ്റെ മകനും വേണം. അതല്ലെങ്കിൽ ഈ കല്യാണം നടക്കില്ലെന്നാണോ അച്ഛൻ പറഞ്ഞു വരുന്നത്? അതെ. അല്ലാതെയും കല്യാണം നടത്താൻ ഞാൻ തയ്യാറാണെങ്കിലോ? ആ ചോദ്യത്തിലൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു. ജയദേവൻ നമ്പ്യാർ മകനെ നോക്കി കണ്ണു ചിമ്മി. പരസ്പരം പൊരുതുന്ന പോലെ നിമിഷങ്ങളോളം നോക്കിക്കൊണ്ട് നിന്നു. അന്ന് നീ ഈ വീട്ടിൽ നിന്ന് പുറത്താകും. ഈ കുടുംബത്തിലെ അംഗമല്ലാതായി തീരും. പിന്നെ ഈ കുടുംബവുമായോ ഇവിടുത്തെ അംഗങ്ങളുമായോ നിനക്കൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല. ജയദേവൻ നമ്പ്യാർ തിരിഞ്ഞ് തൻ്റെ മുറിയുടെ നേർക്ക് നടന്നുപോയി. ഒരു ഉൾക്കിടലത്തോടെ സന്ദീപ് കുറച്ചു സമയം കൂടി അവിടെ തന്നെ നിന്നു. പിന്നെ നിഷേധാർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് തൻ്റെ മുറിയിലേക്ക് പോയി. അതിനകത്ത് കയറി വാതിലടച്ചു. രാജശ്രീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചെന്ന് വിളിച്ചപ്പോൾ വിശപ്പില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞു. രാജശ്രീ തിരിച്ചുപോയി. ജയദേവൻ നമ്പ്യാർ കോടതിയിലേക്ക് പോകാൻ തയ്യാറായി ഡൈനിങ് റൂമിലെ സ്ഥിരം കസേരയിൽ ഉപവിഷ്ടനായി. അവനെവിടെ? അയാളെ ഭാര്യയോട് തിരക്കി. വേണ്ടെന്ന്, വിശപ്പില്ലത്രേ. അവന് വിശപ്പിൻ്റെ കേടല്ല. രാവിലെ നിങ്ങൾ തമ്മിൽ സംസാരിച്ചോ? രാജശ്രീ ചോദിച്ചു. ജാതകവും പൊരുത്തവും ഒന്നും അവന് വേണ്ടെന്ന്, അതില്ലാതെ അവളെ കല്യാണം കഴിക്കാൻ അവൻ തയ്യാറാണെന്ന്. ജേട്ടൻ എന്ത് പറഞ്ഞു? ഈ വീട്ടിൽ നിന്ന് പോയിക്കോളാൻ പറഞ്ഞു. അത്ര തന്നെ. അത്രയൊക്കെ പറയണമായിരുന്നു. അല്ല രാജി, അവനൊരു പെണ്ണിനെ കണ്ടപ്പോൾ അച്ഛനും അമ്മമാരെയും ജനിച്ചു വളർന്ന കുടുംബവും കൂടപ്പുറപ്പുകളും ബന്ധുക്കളും ഒന്നും വേണ്ടാന്ന്. അങ്ങനെ അവൻ പറഞ്ഞോ? ഇല്ലല്ലോ. എല്ലാം ഉപേക്ഷിക്കാൻ അവൻ തയ്യാറാണ് അവൾക്ക് വേണ്ടി. അല്ലെങ്കിൽ താൻ ചോദിച്ചു നോക്കിക്കോ. അവനോട് സത്യം പറഞ്ഞുകൂടായിരുന്നോ? വെറുതെ എന്തിനാ നമ്മുടെ കുടുംബത്തിൽ കലഹം ഉണ്ടാക്കുന്നത്? പറയാതിരിക്കാൻ നോക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം ജയദേവൻ നമ്പ്യാർ കാറിൽ കയറി ആലപ്പുഴയ്ക്ക് പോയി. കുറേ കൂടി കഴിഞ്ഞിട്ടാണ് സന്ദീപ് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി വന്നത്. അച്ഛനും ഞാനും തമ്മിൽ നടന്ന സംഭാഷണത്തെക്കുറിച്ച് സന്ദീപ് അമ്മയോട് പറഞ്ഞു. രാത്രി എല്ലാം മൂളിക്കേട്ട് സന്ദീപ് കഴിച്ചെഴുന്നേറ്റ് കൈയഴുകി വീണ്ടും ഡൈനിങ് ടേബിളിനരികിലേക്ക് വന്നിരുന്നു. അമ്മ, ഞാനൊരു കാര്യം തീർത്തു പറയാം. ജാതകത്തിൻ്റെ പൊരുത്തത്തിൻ്റെ പേര് പറഞ്ഞ് അല്ലിമയെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറില്ല. അച്ഛൻ സമ്മതിച്ചിട്ട് നീ അവളെ കല്യാണം കഴിക്കില്ല. അച്ഛൻ എന്താ എത്ര വലിയ വാശി? അച്ഛനെ തിരുത്താൻ നീ നോക്കണ്ട. നീ തന്നെത്താൻ തിരുത്തുന്നതായിരിക്കും എളുപ്പം. അച്ഛൻ്റെ ജീവിതം പാതി മുക്കാലും സ്വന്തം അധികാരത്തിലും അച്ഛൻ ആഗ്രഹിച്ച പോലെയും ആസ്വദിച്ച് ജീവിച്ചതാ. എൻ്റെ ജീവിതത്തിൽ നിന്ന് കൂടി കടമെടുത്തു കൊടുക്കാൻ അച്ഛന് അതിൽ ഒരവകാശമില്ല. നിൻ്റെ ജീവിതത്തിൽ നിന്ന് ആര് കടം ചോദിച്ചു? അച്ഛനതിൻ്റെ ആവശ്യമില്ല. നിൻ്റെ ജീവിതത്തിന് കോട്ടം വരാതിരിക്കാൻ അച്ഛൻ നോക്കുന്നത്. ഞാനും അല്ലിമയും തമ്മിൽ കല്യാണം കഴിച്ചാൽ എനിക്കെന്ത് കോട്ടം വരും?
വെറും ദുർവാശിയല്ലേ അമ്മ ഇതൊക്കെ? ഞാനത് അംഗീകരിക്കില്ല. ജാതകത്തിൻ്റെ പേരിൽ അവളെ ഉപേക്ഷിക്കില്ല എന്ന് അല്ലമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. രാജശ്രീക്ക് സങ്കടവും ദേഷ്യവും കൂടിക്കലർന്നു. അച്ഛനോട് മത്സരിക്കണ്ട, നീ തോറ്റുപോകും. അച്ഛൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞു എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന്. അങ്ങനെ ആയിക്കോട്ടെ, അതിന് ഞാൻ തയ്യാറാ. അതെൻ്റെ തോൽവിയാണെന്ന് അച്ഛനും അമ്മയ്ക്കും തോന്നുമായിരിക്കും. പക്ഷേ എനിക്കെൻ്റെ വിജയ. അവൾക്ക് വേണ്ടി നീ കുടുംബവും കൂടപ്പുറപ്പുകളെയും അച്ഛനമ്മമാരെ എല്ലാം ഉപേക്ഷിക്കുമോ? ഞാനല്ല ഉപേക്ഷിക്കുന്നത്. ജാതക പൊരുത്തമെന്ന പഴഞ്ചൻ സമ്പ്രദായത്തിന് വേണ്ടി നിങ്ങൾ എന്നെയാണ് ഉപേക്ഷിക്കുന്നത്. എന്നെയാണ് വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത്. എന്നാൽ നിനക്കൊരു സത്യം അറിയണോ? അച്ഛൻ ജാതകത്തിൻ്റെ പേരിൽ മാത്രമല്ല ഈ കല്യാണം വേണ്ടാന്ന് പറഞ്ഞത്. പിന്നെന്തിൻ്റെ പേരിലാണ്? കല്യാണം നടന്നാലും ഇല്ലെങ്കിലും അല്ലിമയോ മറ്റുള്ളവരോ അറിയരുതെന്ന് പറഞ്ഞ ഒരു കാര്യം അച്ഛനോട് രാജഗോപാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് പറയാമേ? അല്ലിമ അവരുടെ മകളല്ലെന്ന്. ഇടിമിന്നലേറ്റ പോലെ തരിച്ചിരുന്നു പോയി സന്ദീപ്. അവൻ്റെ കണ്ണുകൾ രാജശ്രീയുടെ മുഖത്തിന് നേർക്ക് തുറച്ചു നിന്നു. അവരുടെ ബന്ധുവിൻ്റെയോ ആശ്രിതൻ്റെയോ മകളല്ല. അവർക്കെങ്ങനെയോ കിട്ടി. ഏതെങ്കിലും ഒരു ഓർഫനേജിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ പെരുവഴിയിൽ നിന്ന് പെറുക്കിയെടുത്തതായിരിക്കും. ആദ്യം സന്ദീപിന് ഒട്ടും വിശ്വാസം വന്നില്ല. അവൻ വിസമ്മതാർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ടിരുന്നു. നിനക്കിത് വിശ്വാസമായില്ലെന്ന് എനിക്കറിയാം. ഞാനും ആദ്യം വിശ്വസിച്ചില്ല. പക്ഷേ ഇതാണ് സത്യം. അവരുടെ കൈവശം മല്ലിയുടെ ജാതകമില്ലാത്തത് ഇതേ കാരണം കൊണ്ടാണ്. നീ ഇത് വിശ്വസിച്ചേ പറ്റൂ. അമ്മയാണ് പറയുന്നത്. അമ്മയ്ക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല. അത് സന്ദീപിനറിയാം. അതുവരെ ചവിട്ടി നിന്ന് ധീരമായ നിലപാടുകളുടെ അടിത്തറ ഇളകുന്നുണ്ടെന്ന് അവന് തോന്നി. ചുവടുറയ്ക്കുന്നില്ല. ഒരാശ്രയത്തിന് പിടിവള്ളിയില്ല. നമ്മൾ ജാതകം ആവശ്യപ്പെട്ടില്ലെങ്കിൽ പറ്റിക്കപ്പെട്ടനെ. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അച്ഛൻ കർക്കശമായിട്ട് ജാതകം കൂടിയേ തീരൂ എന്ന് നിർബന്ധം പിടിച്ചത് കൊണ്ടാണല്ലോ അവർ കല്ലി സ്വന്തം മകളല്ലെന്ന് തുറന്നു പറയേണ്ടി വന്നത്. അച്ഛൻ നിർബന്ധിച്ചില്ലെന്ന് വിചാരിക്കും. അവർ തുറന്നു പറയുമായിരുന്നു അല്ലിമ അവരുടെ മോളല്ലെന്ന്? ഒരിക്കലുമില്ല. പറയാനായിരുന്നെങ്കിൽ നമ്മൾ എറണാകുളത്ത് ചെന്നപ്പോഴെങ്കിലും അവർക്ക് ആ കാര്യം നമ്മളോട് തുറന്നു പറയാമായിരുന്നു. സന്ദീപ് ആദ്യത്തെ ഷോക്കിൽ നിന്നും ഇനിയും മുക്തനായിരുന്നില്ല. നീ എന്താ ഒന്നും മിണ്ടാത്തത്? കുറ്റം അച്ഛൻ്റെതാണോ? നിനക്ക് ചിന്താശേഷിയുണ്ടല്ലോ. ആ കുടുംബത്തിലെ പെണ്ണാണെന്ന് വിചാരിച്ചാ നീ അവളെ ഇഷ്ടപ്പെട്ടത്. അവൾ അവിടുത്തെ വേലക്കാരിയാണെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ലല്ലോ. കുടുംബവും പാരമ്പര്യവും തറവാടുത്തവും എല്ലാം നോക്കണ്ടേ? എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് നീ എന്തോ കുരുക്കിൽ ചെന്ന് വിട്ട പോലെയാണ്. സന്ദീപ് ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് മുഖം താഴ്ത്തി കോണിപ്പടി കയറി വീട്ടിലേക്ക് നടന്നു. നീ അല്ലിമയെ വിളിക്കുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്യരുത്. നിനക്കെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അവളുടെ അച്ഛനെ വിളിച്ച് സംസാരിക്കാം. പക്ഷേ എല്ലാം അച്ഛനോട് ചോദിച്ചിട്ട് മതി. സന്ദീപ് കോണിപ്പടി കയറിപ്പോയി റൂമിൽ ചെന്ന് കട്ടിലിരുന്നു. ആരോ വഞ്ചന കാട്ടിയ പോലെ ഒരു തോന്നൽ മനസ്സിൽ വന്നു നിറഞ്ഞു. അവരെല്ലാവരും ഒത്തുചേർന്ന് മറച്ചു വയ്ക്കുകയായിരുന്നു. അച്ഛൻ പറഞ്ഞതാണ് സത്യം. ജാതകത്തെപ്പറ്റി സംസാരിക്കാതെ അവരാദ്യം മുതലേ ഒഴിഞ്ഞു മാറുകയല്ലായിരുന്നു. അല്ലിമ പോലും ഒന്നും സൂചിപ്പിച്ചില്ല. ജാതകകാര്യം സംസാരിച്ചപ്പോൾ അവളത് ഉണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞില്ലല്ലോ. ബർത്ത് ഡേറ്റിനെ പറ്റി ചോദിച്ചപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റിലെ തീയതിയും ശരിക്കും ജനനത്തീയതിയും തമ്മിൽ കൂട്ടിക്കൊഴിച്ചിലുണ്ടെന്ന് മാത്രമാണ് പറഞ്ഞത്. അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത 100-1 പോലും ഇല്ലെങ്കിലും സംശയത്തിൻ്റെ ആനുകൂല്യത്തിൽ താനത് വിട്ടുകളയാണ് ചെയ്തത്. ഒരു തീയതിയിലോ ജാതകത്തിലോ എന്തിരിക്കുന്നുവെന്ന് വിചാരിക്കുകയും ചെയ്തു. അല്ലിമയ്ക്കെങ്കിലും സത്യം തുറന്നു പറയായിരുന്നു. അത്രത്തോളം ഹൃദയങ്ങൾ എടുത്തിട്ടും അവൾ പറഞ്ഞില്ല. ആത്മാർത്ഥതയുടെ അംശമെങ്കിലും ഉണ്ടെങ്കിൽ പറയേണ്ടതായിരുന്നു. പറഞ്ഞ താൻ തള്ളിക്കളയുമെന്ന് ഭയന്നിട്ടാണോ? പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമ്മൾ വീണ്ടും കണ്ടുകിട്ടും. കുറച്ചുകൂടി വലിയ ലെങ്ത്ത്, 1 അവറിലേക്ക് മാക്സിമം ചെയ്തിട്ടുള്ള ലെങ്ത്തിലേക്കാണ് നമ്മൾ നോക്കുന്നത്. വീണ്ടും കാണാമെന്നുള്ള വിശ്വാസത്തിൽ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.